الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فالصلاة والسلام عليك يا سيدي يا رسول الله والصلاة والسلام عليك يا سيدي يا حبيب الله والصلاة والسلام عليك يا سيدي يا خير خلق الله خذ بيدي قلت حيلتي أدركني يا رسول الله اللهم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون صدق الله العلي العظيم وصدق وبلغ نبيه الكريم ونحن على ذلك من الشاهدين الشاكرين الحمد لله رب العالمين ثم الله النبي بكر وعن عمر وعن علي وعثمان ذي الكرم مولاي صل وسلم دائما ابدا على حبيبك خير للخلق كلهم سعد زبير طلحة وأبي عبيدة وابن عوف في الناشد الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم واعلموا أمة سيدنا محمد اللهم صل وسلم وبارك عليه ഏറ്റവും പ്രിയപ്പെട്ട ഈ മഹല്ലത്തിന്റെ ഖത്തീബ് ഉസ്താദ് അവരുടെ അതുപോലെ തന്നെ മദ്രസയിലെ ഉസ്താദുമാരെ ബന്ധപ്പെട്ട കാരണവന്മാരെ സഹോദരങ്ങളെ ഉമ്മമകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട സുഖലോക സുഖത്തിൽ നാം എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സിൽ പങ്കെടുത്തതിന്റെ ഹബ്ബ കൊണ്ട് ബറക്കത്ത് കൊണ്ട് നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സകലമായ തെറ്റുകളും കുറ്റങ്ങളും പടച്ചുറപ്പ് ഒട്ട് പുറത്ത് അപ്പാകെ തരുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലും വേണ്ടപ്പെട്ടവരിലും താഴ്ചയാൻ പറഞ്ഞവരിലൊക്കെ ഒരുപാട് രോഗികളുണ്ട്. പടച്ചുറപ്പെല്ലാവർക്കും പൂർണ്ണമായ ശിഫ ആഫിയത്തും ദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണമടഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെ വേണ്ടപ്പെട്ടവര്, നമ്മൾ സ്നേഹിച്ചിരുന്നവര്, നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നവര്, നമ്മുടെ മഹല്ലത്തിലെ പ്രസ്ഥാനങ്ങളിൽ എന്തൊരു ശ്രമങ്ങളുള്ള മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും എല്ലാവർക്കും പടച്ചുറപ്പ്
ഈ പരിശുദ്ധ റമളാൻ ശരീഫ് കൊണ്ട് വിജയിച്ച മുത്തഖീങ്ങളിൽ പടച്ചറബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ ശരീഫിന്റെ നടുവിലെ 10-ലെ അവസാന ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ സമയത്ത് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നത്, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. 2 ക്ലാസ് കഴിഞ്ഞത്, ഇത് 3ാമത്തെ ക്ലാസ്സാണ്. ക്ലാസ് എന്ന് പറയുമ്പോൾ ഇൽമിന്റെ സദസ്സ് എന്നാണല്ലോ. നമ്മളിവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു നീയത്ത് അത്യാവശ്യമാണ്. എന്തായാലും ഒരു 1-1.5 മണിക്കൂറൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ പറയുമ്പോൾ അത് നമുക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും ഫലപ്രദമാകുന്ന രീതിയിൽ പടച്ചറപ്പ് കബൂലാക്കണം. അതിന് പറ്റാവുന്ന നീയത്ത് കൊണ്ടായിരിക്കും നമ്മൾ വന്നിരിക്കേണ്ടത്. കാരണം നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ ഹദറ മജ്ലിസൽ ഇൽമി ഫീ റമളാൻ, പരിശുദ്ധ റമളാൻ ശരീഫ് ഇൽമിന്റെ സദസ്സിൽ ആരെങ്കിലും പങ്കെടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ആ കൂട്ടത്തിലാണ്, അല്ലാഹു സ്വീകരിക്കട്ടെ. കാരണം എന്ന് വെച്ചാൽ ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുക എന്ന നല്ല ബോധത്തോടു കൂടെ വന്ന ആളുകൾ വളരെ കുറച്ചായിരിക്കും. കുറെ ആളുകൾ പലതായ കാരണങ്ങൾ ഉണ്ടാവും. ഞാനിപ്പോ പള്ളി കമ്മിറ്റി ആകുന്ന സമയത്ത് ഞാൻ വന്നില്ലെങ്കിൽ ഇപ്പൊ ആൾക്കാരിപ്പോ എന്താ കരുതുക? അതുപോലെ തന്നെ ഞാൻ ഈ അയൽവാസിയായിട്ട് ഈ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ ആളുകളായിട്ട് ഞാൻ വന്നിട്ടില്ലെങ്കിൽ എന്താ ആൾക്കാർ കരുതുക? എന്റെ അമ്മായിമ്മ പോകുമ്പോ മരളായി ഞാൻ പോയില്ലെങ്കിൽ എന്താ കരുതുക? അതുപോലെ തന്നെ നാത്തു പോകുമ്പോ മുത്തച്ഛിക്ക് എങ്ങനെ പോവാതിരിക്കുക? അങ്ങനെ തുടങ്ങി പലജാതി കാരണങ്ങളായിരിക്കും ചില സദസ്സുകളിലൊക്കെ പല ആളുകളും പങ്കെടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ആരെങ്കിലും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ നിയ്യത്ത് ഈ സമയം മുതൽ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കുക. ഞാൻ പങ്കെടുത്തിട്ടുള്ള അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളംബരം ചെയ്ത ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് മൻ ഹദറ മജ്ലിസൽ ഇൽമി ഫീ റമളാൻ, പരിശുദ്ധ റമളാൻ ശരീഫിൽ ആരെങ്കിലും ഇൽമിന്റെ സദസ്സിൽ വന്നിരുന്നാൽ കതബല്ലാഹു ലഹു ബികുല്ലി ഖദമിൻ ഇബാദത സനാ, ഓരോ കാൽപാദത്തിനും പകരമായി കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോ വർഷത്തെ ഇബാദത്ത് അവർക്ക് എഴുതി വെക്കുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഈ സദസ്സിലേക്ക് കടന്നു വന്ന ഓരോ കാൽപാദത്തിലേക്കും ഓരോ വർഷത്തെ ഇബാദത്ത് 100 അടി വെച്ചിട്ടാണ് ഈ കലി സദസ്സിലേക്ക് ഒരാൾ കടന്നു വന്നതെങ്കിൽ അദ്ദേഹത്തിന് 100 കൊല്ലത്തെ ഇബാദത്ത് എഴുതി വെച്ചിരിക്കുന്നു. 100 അല്ല 150-ഉം 200-ഉം അടി വെച്ച് ഇങ്ങോട്ട് നടന്നു വന്ന ആളുകളുണ്ടാവും. അപ്പൊ നമ്മളെന്താ മനസ്സിലാക്കുന്നത്? പള്ളി മദ്രസും കുറെ ദൂരാണെങ്കിൽ ഓർക്ക് കൂടുതൽ കൂലിയാണെന്നാണ് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് അറിയുമോ? ഒരു ദിവസം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് അല്ലാഹു റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ വീട് കുറച്ച് അകലെയാണ്, പള്ളിയിലേക്ക് ജമാഅത്തിന് വരാൻ എനിക്ക് പ്രയാസമുണ്ട്, ഒരുപാട് നടന്നു വരണം, ജമാഅത്തും കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരുപാട് സമയമാകുന്നുണ്ട്, ഒരുപാട് നടന്നിട്ട് എത്തണം. അതുകൊണ്ട് റസൂലേ, ഞാൻ അവിടുന്ന് വീടൊന്ന് മാറ്റിയിട്ട് പള്ളിയുടെ അടുത്തേക്ക് ഞാൻ വീടൊന്ന് മാറ്റാൻ ഉദ്ദേശിക്കുന്നു. റസൂൽ എന്തെങ്കിലും ഒരു വസിയത്ത് നൽകിയാലും ഒരു നസീഹത്ത് നൽകിയാലും റസൂലേ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വേണ്ട, പള്ളിയുടെ അടുത്തേക്ക് നീ വീട് വെച്ച് വെക്കേണ്ടതില്ല. കാരണം നീ നിന്റെ വീട്ടിൽ നിന്നും ഇങ്ങോട്ട് ഓരോ അടികളും വെക്കുന്നതിനനുസരിച്ച് നിനക്ക് പ്രതിഫലമാ. നേരെ മറിച്ച് പള്ളിയുടെ അടുത്ത് നീ വീട് വെക്കുകയും ആ വീട്ടിൽ നിന്ന് ജമാഅത്ത് ഉദ്ദേശിച്ച് പള്ളിയിലേക്ക് വന്നാൽ നിനക്ക് നിന്റെ ചവിട്ടടി കുറയുമല്ലോ, കൂലി കുറയുമല്ലോ. അതുകൊണ്ട് നീ ഒരിക്കലും വീട് മാറ്റി താമസിപ്പിക്കണ്ട എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സ്ഥലത്തിലൊക്കെ വില കൂടാ വില കുറയാന്നൊക്കെ പറഞ്ഞത് നമ്മുടെ നാട്ടിലൊക്കെ അപേക്ഷിച്ച് പള്ളി മദ്രസൊക്കെ അടുത്തുണ്ടല്ലോ എന്ന് പറയാം. പള്ളി മദ്രസ അടുത്തുണ്ട്. അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് വില കൂടുതലാണ് സ്ഥലത്തിന്. കാരണം അവിടെ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ മദ്രസക്ക് പറഞ്ഞേക്കാൻ, അതേപോലെ നമുക്കൊന്ന് പള്ളിയേക്ക് പോകാൻ നമുക്ക് എന്ത് ചെയ്യും? എളുപ്പമാവും. മറ്റേതാകുമ്പോ കുറെ നടക്കണം. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയല്ല പറഞ്ഞത്. പള്ളിയും മദ്രസയുടെയും അടുത്ത് വീട് വെക്കുന്നതിന് പകരം ദൂരെ വീടാവുകയും ആ ദൂരത്തുള്ള വീട്ടിൽ നിന്നും പള്ളിയിലേക്ക്, മദ്രസകളിലേക്ക്, ഇൽമിന്റെ സദസ്സിലേക്ക് കടന്നു വരുമ്പോ ഓരോ കാൽപാദത്തിനും വലിയ വലിയ പ്രതിഫലമുണ്ട്. അതുപോലെ തന്നെയാണ് പരിശുദ്ധ റസൂൽ പറഞ്ഞത്, ഇൽമിന്റെ സദസ്സിൽ കടന്നു വന്ന സഹോദര സഹോദരി, ഈ സദസ്സിലേക്ക് നിങ്ങൾ കടന്നു വന്നത് നല്ല നിയ്യത്തോടു കൂടെയാണെങ്കിൽ ഓരോ കാൽപാദത്തിനും പകരമായി കൊണ്ട് ഓരോ വർഷത്തെ ഇബാദത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നന്മയുടെ ഏടിൽ എഴുതി വെക്കുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വകാന മഈ തഹ്തൽ അർശി, അവൻ എന്റെ കൂടെ അർശിന്റെ ചുവട്ടിലുമായിരിക്കും. എപ്പോ? റമദാൻ ശരീഫിൽ ഇൽമിന്റെ സദസ്സിൽ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ അർശിന്റെ ചുവട്ടിൽ, അർശിന്റെ ചുവട്ടിലാവുക എന്ന് പറഞ്ഞാൽ ഒരു പവിത്രത. നമ്മൾ കേട്ടിട്ടുണ്ടാവും 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ ചുവടുണ്ട് എന്ന്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇവിടെ അതിന് പുറമെയാണ്, അതിന് പുറമെയാണ് പറഞ്ഞത്, അവൻ എന്റെ കൂടെ അർശിന്റെ ചുവട്ടില്. ഞാനാരാ? അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. ആ റസൂലുള്ളാഹിന്റെ കൂടെ അർശിന്റെ ചുവട്ടിലിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് ഇൽമിന്റെ സദസ്സിൽ വന്നിരിക്കുമ്പോ. വലിയ കൂലിയാണ്. അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇങ്ങനത്തെ സദസ്സുകളൊക്കെ കിട്ടിയ അവസരങ്ങൾ മുതലാക്കണം. ഒരിക്കലും എന്ത് ചെയ്യരുതല്ലോ, നഷ്ടപ്പെടുത്തരുത്. എനിക്ക് ഉറക്ക് വരികയാണ്, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാനുണ്ട്, എനിക്ക് ഇങ്ങോട്ട് പോകാനുണ്ട്, അത്യാവശ്യമല്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇത്തരം സദസ്സുകൾ നമ്മൾ ഭംഗിയാക്കണം. നമുക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്. ഇതിന്റെയൊക്കെ പ്രതിഫലം മനസ്സിലാക്കാത്തതിന്റെ കുറവാണ് പല ആളുകൾക്കും ഉള്ളത്. നമ്മൾ കരുതും നമ്മൾ ദിവസമുണ്ട്, ഞാൻ അടുത്ത ആഴ്ചയുണ്ടല്ലോ, അതിന്റെ പിന്നത്തെ ആഴ്ച ചിലപ്പോൾ ഉണ്ടായിക്കൂടായില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതി ഇനി ഒക്കെ കഴിഞ്ഞാൽ അടുത്ത കൊല്ലം എന്തായാലും ഉണ്ടല്ലോ. ആര് കണ്ടോ നമ്മളുണ്ട് എന്ന് നമുക്കൊരിക്കൽ പറയാൻ കഴിയല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഒരിക്കൽ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച, മിഞ്ഞാന്നല്ല, അതിന്റെ തൊട്ട് മുമ്പത്തെ വെള്ളിയാഴ്ച, ആ വെള്ളിയാഴ്ച എന്റെ അടുക്കൽ ഒരു സഹോദരൻ വന്നു. എന്നിട്ട് എന്നോട് കുറെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഉസ്താദേ, എന്റെ മകന്റെ ആണ്ടാണ് 15 റമദാൻ 15 എന്റെ മകന്റെ ആണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിന്നിരുന്ന സ്ഥലത്ത് നിങ്ങളെ പറ്റി ഉസ്താദ് അവിടെ നിന്നിരുന്നത്, അതൊന്നും മൂപ്പർക്കറിയാം 15 നാരം മരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതായാലും എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ സഹോദരൻ മരണപ്പെട്ടതിന്റെ വിഷമം, ചെറുപ്പക്കാരനായിരുന്നു, ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടതാണ്. എന്നിട്ട് ആ പിതാവ് എന്നോട് ഇങ്ങനെ വളരെ വിഷമത്തോട് പറയാം, ആണ്ട് മൗലൂദ് അവിടെ അങ്ങനെ പറയാം. ആ ഭാഗത്ത് ഞാനൊന്നുമില്ല നിൽക്കുന്നത്, ആ ഭാഗത്ത് അങ്ങനെ പറയാം, ആണ്ട് മൗലൂദ് എന്താണ് കഴിക്കാനൊന്നും ഇപ്പൊ വയ്യ. കാരണം കടങ്ങൾ 10-20 ലക്ഷം കടങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കുറെയൊക്കെ വീടിഞ്ഞാലും ഒരു 3-4 ലക്ഷം ഇനിയും കടങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ആണ്ട് മൗലൂദും വലിയ ഉഷാറാക്കി കഴിക്കാൻ കേട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ദ്വാരക്കോട്ടി എന്നൊക്കെ പറഞ്ഞു പോയി. വേറെയും കുറെ വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചു. ഏതാവട്ടെ, അങ്ങനെ ആ സഹോദരന്റെ ആ വെള്ളിയാഴ്ച ജുമാക്കും കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ട രീതിയിലൊക്കെ ദുആ ചെയ്തു. പക്ഷേ പിറ്റത്തെ വെള്ളിയാഴ്ച മിഞ്ഞാന്ന് വന്നപ്പോ അദ്ദേഹം മാറടി മണ്ണിലാണ് എന്നോട് വന്ന് സംസാരിച്ച ആള്. എന്തേ കാരണം? കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ബുധനാഴ്ചയാണെന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, കഴിഞ്ഞ ബുധനാഴ്ച ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഒരു കാറും അതുപോലെ തന്നെ ലോറിയും വിളിച്ചിട്ട് നമ്മുടെ ദേശീയ പാതയിൽ വെച്ചിട്ട് ആക്സിഡന്റ് ആയിക്കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയി. വല്ലാത്ത വിഷമമായി പോയി. അങ്ങനെ ഇന്നലെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. 3 അതേപോലെ അദ്ദേഹത്തിന്റെ മകന്റെ ആണ്ടിന്റെ ദിവസവും 17 അവിടെ പോയി ദുആ ചെയ്ത് ഞാൻ പറഞ്ഞു,
ഒരിക്കലും പ്രതീക്ഷിക്കല്ല, അല്ലെങ്കിൽ അടുത്ത കൊല്ലമാവാനൊരിക്കലും പ്രതീക്ഷിക്കല്ല. നമ്മൾ നാളെ ഈ സമയത്ത് ആരുടെ മണ്ണിലാവുമോ എന്നുറപ്പ് ആർക്കാണുള്ളത്? ഇല്ല, ഞാൻ ഒരിക്കലും ആരുടെ മണ്ണിലാവുകയില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരാളും ഈ കൂട്ടത്തിലില്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, കിട്ടിയ ഓരോ നിമിഷങ്ങളും പടച്ചറപ്പിന് വേണ്ടി ആത്മാർത്ഥമായി അടച്ചറപ്പിന് വേണ്ടി ഇബാദത്തെടുക്കാൻ, അവന്റെ പൊരുത്തത്തിനായി ജീവിതം നയിക്കാൻ വേണ്ടി തയ്യാറാവുക. എനിക്കിനിയും സമയമുണ്ടല്ലോ എന്നെന്തേരുത്, മാറ്റിവെക്കരുത്, ഒരു കാര്യത്തിനെയും മാറ്റിവെക്കല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നറിയോ? ഈ സദസ്സിൽ വന്നിരിക്കുമ്പോ നമുക്ക് നിയ്യത്ത്, നല്ലൊരു നിയ്യത്ത് വെക്കണം. പരിശുദ്ധ റസൂൽ പറഞ്ഞതുപോലെ പരിശുദ്ധ റമളാൻ ശരീഫില് ഇൽമിന്റെ സദസ്സിൽ പങ്കെടുത്താൽ ഇതിലേക്ക് കടന്നു വന്ന ഓരോ കാൽപാദത്തിനും പകരമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോ വർഷത്തെ ഇബാദത്ത് എഴുതി വെക്കുന്നു. റസൂലുള്ളാഹിന്റെ കൂടെ അർശിന്റെ ചുവട്ടിലും നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊക്കെ നോമ്പ് അനുഷ്ഠിച്ച ആളാണ്. എന്തിനാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത്? എന്റെ വിഷയം എനിക്ക് അറിയാനില്ല കേട്ടോ, ഞാൻ മറന്നൊന്നല്ല. നിങ്ങൾ ചിലപ്പോൾ നോട്ടീസിലൊക്കെ വിഷയം ഉണ്ടാവും, അതിലേക്ക് ഞാൻ വരുന്നില്ല. എന്തിനാണ് നമുക്ക് റമളാൻ ശരീഫിൽ നോമ്പ് ഫർളാക്കിയത്? നമ്മൾ ആ ആയത്തിൽ തന്നെ പറയണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. തഖ്വ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ, അല്ലേ? സത്യവിശ്വാസികളെ, നിങ്ങളുടെ മേൽ നോമ്പിനെ ഫർളാക്കി. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉണ്ടാവാൻ വേണ്ടി. 18ാമത്തെ നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ മുത്തുമുഅ്മിനീങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഈ 18ാമത്തെ നോമ്പ് അനുഷ്ഠിച്ച് 17 നോമ്പ് നമ്മൾ നോമ്പ് തുറന്ന് 18ാമത്തെ നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുമ്പോ നമുക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ എത്ര തഖ്വയാണ് നമുക്ക് വർദ്ധിച്ചിട്ടുള്ളത്? ഒന്നുമില്ലേ? ആ ശഅബാൻ മാസത്തിൽ ഉണ്ടായിരുന്ന അതേമാതിരിയാണോ? അതുപോലെ റജബ് മാസത്തിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെയാണോ? എന്നാൽ പിന്നെ ഈ റമളാൻ ശരീഫ് നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നോമ്പ് ഫർളാക്കിയതിന്റെ ലക്ഷ്യം എന്താ? ലക്ഷ്യം തഖ്വ ഉണ്ടാവുക. എന്നാൽ നമുക്ക് തഖ്വ ഉണ്ടായിരിക്കണം. ഇനി 18 നോമ്പ് നോറ്റിട്ട് തഖ്വ ഉണ്ടാവാത്ത തഖ്വ ഇനി ഒരു 10 11 നോമ്പ് നോറ്റാൽ ഉണ്ടാവുന്ന പ്രതീക്ഷയുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ചിന്തിക്കണം. ഞാൻ ആദ്യം എന്റെ മനസ്സിനോടാ ചോദിക്കുന്നത്, നിങ്ങളും ചിന്തിക്കണേ ഓരോരുത്തരുടെ മനസ്സിനോട്. സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്തിയത് അങ്ങനെ തന്നെയല്ലേ? ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലല്ലോ, എന്റെ ഭാഗമായി ഞാൻ പറഞ്ഞതല്ലല്ലോ, ഇത് പരിശുദ്ധ ഖുർആനിൽ പടച്ചറപ്പ് പറഞ്ഞതല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മേൽ നോമ്പിനെ ഫർളാക്കപ്പെട്ടു. കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ മേൽ നോമ്പിനെ ഫർളാക്കപ്പെട്ടതുപോലെ. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉണ്ടാവാൻ വേണ്ടി. തഖ്വ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് തഖ്വ വേണ്ടേ? ഇനിയിപ്പോ എന്താ വഴി? തഖ്വയുള്ള ആളുകൾക്കല്ലേ ഖുർആൻ സന്മാർഗമായി മാറുകയുള്ളൂ. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. സൂറത്തുൽ ബഖറ തുടങ്ങുന്നത് തന്നെ അങ്ങനല്ലേ? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ആ കിതാബുണ്ടല്ലോ, അത് മുത്തഖീകൾക്കാണ് ഹുദയായി മാറുന്നത്. അങ്ങനത്തെ മുത്തഖിയാവാൻ വേണ്ടിയിട്ടാണ് എന്ത് അങ്ങനത്തെ മുത്തഖിയാവാൻ വേണ്ടിയിട്ടാണ് നോമ്പ് ഫർളാക്കിയത്. അതല്ല, മുത്തഖിയാവുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാ ഖുർആൻ ഹുദയാവുക, സന്മാർഗയായി മാറുക? നീ വാങ്ങും പോവട്ടെ. നമ്മൾ പടച്ചറപ്പിനോട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, പടച്ചോനെ സ്വർഗം കൊണ്ടാ? സ്വർഗാർക്കുള്ളതാണ്, അതും മുത്തഖീകൾക്കുള്ളതല്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ.
മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ ഓടി വരൂ, ഓടി വരൂ, പടച്ചറപ്പിന്റെ പാപമോക്ഷത്തിലേക്ക് കടന്നു വരൂ. ആകാശഭൂമികളോളം വിശാലമായ സുഖലോക സ്വർഗത്തിലേക്ക്. എങ്ങനത്തെ സുഖലോക സ്വർഗമാണ്? മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്വർഗം. മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്വർഗം. അപ്പൊ നമ്മൾ മുത്തഖീങ്ങളാവണ്ടേ? കുറച്ച് തൗഫീഖ് നൽകട്ടെ അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മുത്തഖീങ്ങൾക്ക് സ്വർഗമുള്ളൂ. അങ്ങനത്തെ മുത്തഖി ആവാനാണ് നോമ്പ് ഫർളാക്കിയത്. അത് നമുക്ക് തപ്പുണ്ടായോ? സ്വന്തം നഫ്സിനോട് ചിന്തിക്കും, ഒന്ന് ചോദിക്കും, തത്വണ്ടായിട്ടുണ്ടോ? 18ാമത്തെ നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ടുവന്നിരിക്കുന്ന എന്റെ മുഅ്മിനീങ്ങളോട് ചോദിക്കുന്നു. അത് ഞാൻ നിങ്ങളോടല്ല, എന്നോടാ ചോദിക്കുന്നുണ്ടോ? അതൊന്നും പറയാൻ ഞാൻ അർഹനല്ല. നിങ്ങളത്രയൊന്നും ചിലപ്പോൾ തത്വം എടുക്കുണ്ടായിക്കോളൂല്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും തത്വം പ്രദാനം ചെയ്യട്ടെ. ചോദിക്കണം നമ്മള്. ഇനി 18 നോമ്പ് വെച്ചിട്ട് തത്വം ഉണ്ടായിട്ട് കഴിഞ്ഞിപ്പോ 11 12 അല്ലെ? അത്രയല്ലേ ഉള്ളൂ നമുക്ക്. ഈ 11 12 നോമ്പ് അനുഷ്ഠിച്ചാൽ നമുക്കിപ്പോ ഇത്രയും ദിവസം ജാതകത്തിൽ കൂടും. കൂടണം. അതിനെന്താ വഴി? അതാ ഞാൻ പറയാൻ പോകുന്നത്. ജയിലത്തിൽ കഥകളിലെ വരാൻ പോകുന്ന അതിലേക്ക് കിടക്കണത്. അതുകൊണ്ട് എന്ത് ചെയ്യണം അറിയോ? നമുക്ക് തത്വ കൂടണം. കാരണം ഖുർആൻ ഹുദയായി മാറുന്നതാർക്കാണ്? മുത്തഖീങ്ങൾക്കാണ്. ഖുർആൻ ഓതിയിട്ട് അതോടെ കാര്യമുള്ളൂ. മുത്തഖീങ്ങൾക്കാണ് സന്മാർഗമാവുകയുള്ളൂ. അതോടുകൂടെ സ്വർഗം തയ്യാറാക്കപ്പെടുക. എന്നും നമ്മൾ സ്വർഗം ചോദിക്കുന്നുണ്ടല്ലോ. ഇന്നൊക്കെ നമ്മൾ ചോദിക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അതിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അസ്അലുകൽ ജന്ന. അല്ലാഹുവേ, ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു അല്ലാഹ്. എല്ലാ ദിവസവും പ്രത്യേകിച്ച് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫിൽ നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിക്റാണല്ലോ, ഒരു ദുആയാണല്ലോ. അസ്അലുകൽ ജന്ന, അസ്അലുകൽ ജന്ന. പടച്ചോനെ, സ്വർഗം തന്നെ, സ്വർഗം തരണേ, സ്വർഗം തരണേ എന്ന് മാത്രമല്ല എല്ലാ ദിവസവും അന്താത് ആളുകളും ചൊല്ലാറുണ്ടല്ലോ. അന്താതിലൊക്കെ اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. അല്ലാഹുവേ, നിന്റെ പൊരുത്തങ്ങൾ ചോദിക്കുന്നു, നിന്റെ സ്വർഗ്ഗങ്ങൾ ചോദിക്കുന്നു, നിന്റെ കോപത്തിനെത്തുള്ള ഞങ്ങൾ കാവലിനെ തേടുന്നു, നിന്റെ നരകത്തിനെത്തുള്ള കാവലിനെ തേടുന്നു അല്ലാഹ് എന്ന് 3 പ്രാവശ്യം എല്ലാ ദിവസവും നമ്മൾ പറയുന്നുണ്ട്. ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത് ആരാന്നറിയോ? മുത്തഖീങ്ങളാണ്, മുത്തഖീങ്ങളാണ്. കാരണം മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ് സ്വർഗം. ആ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ മുത്തഖിയാവണം. മുത്തഖിയാവാനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട വിഷയം എന്തറിയോ? പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം നിലനിർത്തണേ. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ ആളുകൾ ചെയ്തിട്ടുണ്ട് വ്യാപൃതരായിട്ട്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ മുമ്പുള്ളതിനേക്കാളും കൂടുതൽ നിസ്കാരക്കാരാണ് ഉള്ളത് അല്ലേ? അതല്ലേ? നിസ്കരിക്കുന്ന ആളുകൾ കൂടുതലല്ലേ മുമ്പത്തെ അപേക്ഷിച്ച്? നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ കൂടുതലാണ്. മുമ്പ് നോമ്പൽ നോക്കുന്ന ആളുകൾ കുറവായിരുന്നു ആപേക്ഷികമായിട്ട്. ഇപ്പോഴൊന്നും നമ്മുടെ നാട്ടിൽ മുമ്പ് ആ മറ്റേ ഹോട്ടൽ കമ്മിയല്ലേ അല്ലേ? പഴയ കാലത്ത് അതിലൊരു ഹോട്ടൽ ഉണ്ടായിരുന്നില്ലേ? ഒരു ബാക്ക് കൂടി പോകാൻ പറ്റിയ ഹോട്ടൽ എന്റെ ഓർമ്മയിലുണ്ട്. ബാക്ക് കൂടി പോകാൻ പറ്റിയ ഹോട്ടലിൽ ഇപ്പൊ അതൊക്കെ കമ്മിയാണ്. കാരണം ആളുകൾ ഏകദേശം ആളുകളൊക്കെ നോമനുഷ്ഠിക്കുന്നവരാണ്. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ കൂടിയിട്ടില്ലേ? അതുപോലെ തന്നെ നിസ്കാരക്കാരെ കൂടിയിട്ടില്ലേ? ദിക്ർ ചെല്ലുന്നവരെ കൂടിയിട്ടില്ലേ? സ്വലാത്ത് ചൊല്ലുന്നവരെ കൂടിയിട്ടില്ലേ? എല്ലാ കാര്യങ്ങളിലും കൂടിയിട്ടുണ്ട്. പക്ഷേ ഒന്ന് കുറഞ്ഞിരിക്കുകയാണ്. എന്തായിരുന്നു കുറഞ്ഞിട്ടുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കി. ജസ്റ്റ് ഒന്ന് ആലോചിക്കേണ്ടത് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്നറിയുമോ? പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ കുറവാണ്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ റമദാൻ അല്ലാത്ത സമയങ്ങളിലോ പള്ളികളിൽ ഒരുപാട് സഹോദരന്മാർ വന്നിരുന്നുകൊണ്ട് മുമ്പന്നെ കടന്നു വന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു. ഉമ്മമാര് തന്നെ പരിശുദ്ധ ഖുർആൻ
ഏതൊരു ദിവസത്തിൽ ഓതുമായിരുന്നു. റമദാനാണെങ്കിലോ ഏത് സമയവും പരിശുദ്ധമാക്കപ്പെട്ട ഭവനത്തിൽ ചെന്നാൽ, അല്ലാഹുവിന്റെ പള്ളിയിൽ ചെന്നാൽ എപ്പോഴും നാലഞ്ചാളുകളെങ്കിലും ഓതിരിക്കുന്ന ആളുകളെ കാണാമായിരുന്നു. ഇന്ന് എവിടെ ഖുർആൻ ഓതുന്ന ആളുകള്? വളരെ കുറവാണ്. ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഈ നാട് അങ്ങനെയാണ്. ഖത്തീബിനോട് ചോദിച്ചത് ഖത്തീബ് പറഞ്ഞാലും കുടുങ്ങി, കറിഞ്ഞാലും കുടുങ്ങിയാറാണ്. ചിലപ്പോ നിങ്ങൾ ഞാൻ കൂടുതൽ കാണും ചെയ്യാൻ ചോദിച്ചു. ചിലപ്പോ പള്ളിക്ക് തരുമോ? ഉണ്ടാവലുണ്ട്. അതിന് മുമ്പുണ്ടായിട്ടില്ല. മുമ്പത്തെ അവസ്ഥ നമ്മൾ കണ്ടിട്ടില്ല അല്ലെ? മുമ്പത്തെ അപേക്ഷിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ ചോദ്യം. ഇല്ലാന്നല്ല, നിസ്കരിക്കുന്ന ആല ഖുർആൻ പാരായണം ചെയ്യുന്നവരില്ല എന്നല്ല പറയുന്നത്. ആപേക്ഷികമായിട്ട് നേരെ മറിച്ച് നിസ്കാരത്തിന് നേരെ തിരിച്ചാണ്. ആപേക്ഷികമായിട്ട് നിസ്കാരക്കാര് കുറവായിരുന്നു. എന്നാൽ ഇന്ന് നിസ്കാരക്കാര് കൂടുതലാണ്. അതുപോലെ തന്നെ നോമനുഷ്ഠിക്കുന്നവർ കുറവായിരുന്നു. ഇന്ന് കൂടുതലാണ്. ദാനധർമ്മം ചെയ്യുന്നവർ കുറവായിരുന്നു. ഇന്ന് കൂടുതലാണ്. ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ കുറവായിരുന്നു. ഇന്നത് കൂടുതലാണ്. അങ്ങനെ തുടങ്ങി എല്ലാ പ്രവർത്തനങ്ങളും നോക്കുകയാണെങ്കിൽ എല്ലാം കൂടുതലാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ കൈവിട്ടുകൊണ്ടിരിക്കുകയാ. പരിശുദ്ധ ഖുർആൻ കൈവിട്ടുകൊണ്ടിരിക്കുകയാ. യഥാർത്ഥത്തിലോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയുമോ? ഞാൻ രണ്ട് കാര്യമാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വെച്ച് പോകുന്നത്. ആ രണ്ട് കാര്യത്തെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഒന്നെന്താണെന്നറിയുമോ? ഒന്ന് പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിനെ നിങ്ങൾ മുറുകെ പിടിച്ചോ, എന്നാൽ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടൂല എന്ന് പരിശുദ്ധ റസൂൽ. രണ്ടാമത് അഹ്ലുൽ ബൈത്താണ്, തങ്ങന്മാരാണ്. രണ്ടും നമ്മൾ ഒഴിവാക്കി ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ചേരി തിരിഞ്ഞുകൊണ്ട് പല ആളുകളെയും പാണക്കാട്ടുള്ള തങ്ങന്മാരായിട്ടോ, അതുപോലെ തിഫിരത്തങ്ങളായിട്ടോ, അതുപോലെ തന്നെ മറ്റു ഇതര തങ്ങന്മാരെയും ഒക്കെ കുറ്റവും കുറവും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളിലാണ്. പരസ്യമായിട്ടല്ലെങ്കിലും രഹസ്യമായിട്ടാണെങ്കിലും സോഷ്യൽ മീഡിയകളിലായിക്കൊണ്ടാണെങ്കിലും വേണ്ട മുഅ്മിനീങ്ങളെ എല്ലാവരും പടച്ചറപ്പ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഅ്മിനീങ്ങളാണ്. അവരുടെ ചോരയാണ്, അവരുടെ ചോരയാണ്. ഒരിക്കലും തന്നെ തങ്ങന്മാരായ ആളുകളെ എന്ത് തന്നെ വന്നാലും കുറ്റവും കുറവും കണ്ടെത്തി നിങ്ങൾ ആക്ഷേപിക്കരുത്. ആരാണെങ്കിലും ശരി, കുറവുകളുണ്ടെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിലും അവർ മനുഷ്യരാണ്. പക്ഷേ അത് പറഞ്ഞു വിളമ്പാൻ നമ്മൾ യോഗ്യരല്ലോ. അതുകൊണ്ട് അവരെ അല്ലാഹുവിന്റെ റസൂൽ ഈ ഭൂമി ലോകത്ത് മുത്തുമുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒഴിച്ചിട്ട് പോയതല്ലേ? അവരെ നമുക്ക് പറഞ്ഞു വിടാമല്ലോ. അതുപോലെ പരിശുദ്ധ ഖുർആനുമാണ്. ആ ഖുർആനിനെ നമ്മൾ മുറുകെ പിടിക്കണേ. കഴിയുന്ന പരമാവധി ജുസുകൾ ഓതിയിട്ട് ഖത്മുകൾ തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിനോട് അടുക്കുക. അത് തന്നെയാണ് ഒരു തഖ്വയുടെ ഭാഗമാകുന്നത്. ഒന്നാമത്തെ തഖ്വ അതന്നെ, ഖുർആൻ മുറുകെ പിടിക്കുക. എപ്പോഴും ഖുർആൻ അനുസരിച്ച് ഓതുക. ഖുർആൻ ഓതന്നെ. നമ്മൾ മൊബൈലുകളിൽ വല്ലാതെ സമയം ചെലവഴിക്കുന്നുണ്ട്. ആ സമയം ചെലവഴിക്കുന്നതിന് പകരം ഒരു വാശി നമ്മളോട് തന്നെ ഒരു വാശി ഉണ്ടാവുക. ഈ റമദാൻ ശരീഫില് ഒന്നാമത്തെ പത്തിലെങ്കിലും ഒരു ഖത്മ് ഞാൻ തീർക്കും, രണ്ടാമത്തെ പത്തില് രണ്ടാമത്തെ ഖത്മ് തീർക്കും, മൂന്നാമത്തെ പത്തില് മൂന്നാമത്തെ ഖത്മ് തീർക്കും. അങ്ങനെ ഞാൻ 3 ഖത്മെങ്കിലും ചുരുങ്ങിയത് തീർക്കുമെന്നൊരു വാശി. ഇനിയിപ്പോ 2 കഴിഞ്ഞു, ഇനിയിപ്പോ 1 ഉള്ളൂ. എന്തായാലും ഒന്നെങ്കിലും ഞാൻ തീർക്കുന്നുള്ളൊരു വാശി ഉണ്ടാവും. ഞാൻ 3 എന്നൊക്കെ പറയണത് ഞാൻ ചുരുങ്ങി പറയട്ടെ. 5ഉം 6ഉം ഖത്മ് തീർക്കുന്ന ആളുകൾ ചിലപ്പോൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവാം. പ്രത്യേകിച്ച് ഞാൻ ആപേക്ഷികമായിട്ട് ആളുകളെക്കാളും കൂടുതൽ പെണ്ണുങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടോ. അതും പറയാട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ഞാൻ ഓർമ്മപ്പെടുന്നത് ഖുർആൻ ശരീഫിനെ ഒന്നുകൂടി നമ്മൾ മുറുകെ പിടിക്കണം. മാറ്റിവെക്കാനായിട്ടില്ല. നമ്മൾ കഴിയുന്ന പരമാവധി റമദാൻ കഴിക്കാം. റമദാൻ കഴിഞ്ഞാലും നമ്മളത് പാരായണം ചെയ്യണം. പരിശുദ്ധ ഫത്ഹുൽ മുഈനിലൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, 40 ദിവസത്തിനുള്ളിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ഖത്മെങ്കിലും തീർക്കണമെന്ന്. ഒരു മുഅ്മിന്റെ കടമയാണ്. 40 ദിവസത്തിനുള്ളിൽ ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു ഖത്മെങ്കിലും തീർക്കണമെന്ന് ചെയ്യുന്നത് ഈ ഫത്ഹുൽ മുഈനിലൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ കാര്യം ശ്രദ്ധിക്കാം ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെയാണ് രണ്ടാമതായ കാര്യം ശ്രദ്ധിക്കാതെ കഴിയുന്നവരമാവുന്ന സുന്നത്തിൽ വ്യാപൃതരാവുക. സുന്നത്തുകായ കാര്യങ്ങൾ നല്ലവണ്ണം കൊണ്ടുവരാം.
സുന്നത്ത് നിസ്കാരങ്ങൾ കൊണ്ടുവരിക. അപ്പൊ ഖുർആൻ പറഞ്ഞു എന്റെ അങ്ങനെ പറഞ്ഞത് മുത്തഖിയാവാൻ വേണ്ടിയുള്ള മാർഗ്ഗമാണ്. ഒന്ന് പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യാം, നമ്മൾ മുറുകെ പിടിക്കുക, അത് നല്ല ഓതുക, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാവുക. രണ്ടാമതായി നമ്മൾ പറയുന്നതറിയോ, സുന്നത്തായ കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാവുക. അപ്പൊ സുന്നത്തായ കാര്യങ്ങൾ വ്യാപൃതരാവുക എന്ന് പറയുമ്പോൾ ഫർളായ കാര്യങ്ങളിൽ വേണ്ടേ, അത് വേറെ കാര്യമുണ്ട്. ഫർളായ കാര്യങ്ങൾ ഉണ്ടായിരിക്കുക, സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ കബൂലിയത്തില്ല. അത് മനസ്സിലാക്കണം. ഫർളായ നിസ്കാരമാവട്ടെ, മറ്റെന്ത് ഫർളായ ബാധ്യതകളാവട്ടെ, അതുണ്ടായിരിക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, സുന്നത്തായ കാര്യങ്ങൾക്ക് പടച്ചറപ്പ് കബൂലിയത്ത് തരൂല, സ്വീകാര്യതല്ല. ഇതെല്ലാം മനസ്സിലാക്കണം. ഒരു ഉദാഹരണം പറയാം. നമ്മളെ പെരിയിൽ നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർ, നമ്മളെ ഉമ്മി, നമ്മളെ വാപ്പ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും എന്തുണ്ടാവും, ചിലപ്പോൾ നമ്മളെ കാരണന്മാരല്ലെ അഞ്ചന്മാരല്ലെ നമ്മളെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ വല്ലാത്ത പ്രയാസത്തിലേക്കാണ്, സാമ്പത്തികമായിട്ട് പട്ടിണിയിലായിരിക്കും. 4 ചെറിയ പറഞ്ഞാണ് ഏതെങ്കിലും നാട്ടിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലോ ഇവിടെ വന്ന് ഇതിക്ക് നല്ല പൈസ അടിച്ചു കൊടുക്കും. ഇവിടെ ആരും നോക്കൂല, ഇവിടെ അമ്മാനെ നോക്കൂല, ഇത് അപ്പുറത്ത് പൈസ കൊടുക്കും. അവിടെ സുന്നത്താണ്, ഇവിടെ വെറുതുണ്ട്. മനസ്സിലായില്ല? ഇവിടെ ഫർളായ കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. സ്വന്തം അയൽവാസി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ അറിയുന്നില്ല, അത് നമുക്ക് നോക്കാൻ ഒഴിവില്ല. നേരെ മറിച്ച് മറ്റുള്ള ഏതെങ്കിലും നാട്ടിൽ ആരെങ്കിലും പ്രയാസപ്പെട്ടത് വാട്സാപ്പിലൂടെയോ മറ്റോ അറിയുമ്പോഴേക്ക് അവർ ചാരിറ്റി എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി കെട്ടും കെട്ടിറക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഫർളായ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് സുന്നത്തിന് പോവുകയാണ്, അതിന് സ്വീകാര്യത ഉണ്ടാവുക. അതുകൊണ്ട് സ്വന്തം വീട്ടിലുള്ള, സ്വന്തം കുടുംബത്തിലുള്ള, സ്വന്തം അയൽക്കാരിലുള്ള ആളുകളെ പരിഗണിക്കണം. അതേപോലെ തന്നെയാണ് നിസ്കാരത്തിന്റെ കാര്യം. വലിയ നിസ്കാരക്കാരാണ്, എപ്പോ ചില സമയങ്ങളിൽ മാത്രം അവര് സുന്നത്തൊക്കെ നിസ്കരിക്കും, പക്ഷേ അവരെന്ത് ചെയ്തിട്ടുള്ള സുബഹി നമസ്കരിച്ചിട്ടില്ല. വെള്ളിയാഴ്ച ജുമാക്ക് വന്നാൽ അവര് തഹിയ്യത്ത് നിസ്കാരമുണ്ട്, ജുമാന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്തുണ്ട്, ജുമാക്ക് ശേഷം 4 റക്അത്ത് സുന്നത്തുണ്ട്. അന്ന് രാവിലെ സുബഹി നമസ്കരിക്കാതെ വരുന്നത് എന്താ കൊണ്ട് കാര്യം? ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഫർള് ആദ്യം വീട്ടണുണ്ടാവും. ഫർളായ കാര്യങ്ങൾ വീട്ടിലെ സുന്നത്തായ കാര്യങ്ങൾക്ക് പരിഗണനയുള്ളൂ. കാരണം അത് ബാധ്യതയില്ലേ, മറ്റേതെന്ന് പറഞ്ഞ ബാധ്യതയില്ലല്ലോ, നമുക്ക് ഏറെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, നമുക്ക് ഏറെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, ഫർള് നഷ്ടപ്പെടുത്തരുത്. ഒരിക്കലും ഒരു ഫർള്, ഒരു ഉദാഹരണം നിസ്കാരത്തിനായിക്കോട്ടെ ഞാൻ പറയാം, അതന്നെ നിസ്കാരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്, ഒരിക്കലും നഷ്ടപ്പെടുത്തരുതല്ല, ഖളാഅക്കരുത്. നമ്മള് എന്തെങ്കിലും കാരണത്താൽ, പല കാരണങ്ങളായിട്ട് നമ്മൾ നിസ്കാരം ഖളാഅക്കുന്ന ആളുകൾ കുറേ ഉണ്ട്. അതിനൊരു വിലയെ കൽപ്പിക്കുന്നില്ല ആൾക്കാർ. എന്താ എവിടെയെങ്കിലൊക്കെ ഒന്ന് യാത്ര പോയാൽ, പെരുന്നാളെന്ന് പോയി വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ ഇനിയിപ്പോ അവിടെ നേരെ ഞാൻ പെരി പോയിട്ട് ഒന്ന് തിരുപ്പാനൊരു 4 മാക്സി ഏറുണ്ടെങ്കിൽ, കുട്ടികളുടെ ഡ്രസ്സൊക്കെ 4 കുട്ടികൾ ഏറുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ അന്ന് അസർ തോർപ്പാട് ഒന്നിച്ച് നിസ്കരിച്ചു. ആര്? നമ്മള് പകമാരെ. അങ്ങനെ വരുന്നത് കാരണം എന്തെന്നറിയുമോ, ഒരു ഫർദ് നിസ്കാരം ഖളായി കഴിഞ്ഞാൽ 80 ഫത്വ നരകത്തിൽ കിടക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. ഒരു നിസ്കാരം ശ്രദ്ധിക്കണേ, ഒരൊറ്റ നിസ്കാരം ഖളായാലാണ് കേട്ടോ. നിസ്കാരം ഉപേക്ഷിച്ചാലല്ല, നിസ്കാരം ഉപേക്ഷിക്കുന്നവനിക്ക് ലാ ഹദ്ദ ഫിൽ ഇസ്ലാമി ലിതാരികി സ്വലാത്ത്, നിസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അവർക്ക് ഒരു വിഹിതവും തന്നെ ഇല്ല, ഒരു പരിഗണനയുമില്ല എന്ന് മഹാന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിസ്കരിക്കാത്തവന്റെ വിഷയം പോട്ടെ, എനിക്ക് ഇസ്ലാമിക ഭരണകൂടമുള്ളവർക്ക് നിസ്കരിക്കാത്ത ആളൊക്കെ തലൊട്ടി പോട്ട ആൾക്കാരാണ്. ഓരോന്നും ഈ ജീവിതത്തിൽ പോകുമ്പോൾ അള്ളാഹുവിന്റെ ഭൂമി ലോകത്ത് അവന്റെ വായും അവന്റെ വെള്ളവും അവന്റെ ഭക്ഷണവും കഴിച്ച് ജീവിക്കാൻ അധികാരമില്ലാത്തവരാ. ഇവിടെ ഇസ്ലാമിക ഭരണമില്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ ഒന്നും ചെയ്യാൻ അധികാരമില്ല മാത്രം. ഇസ്ലാമിക ഭരണമില്ലാത്തതൊന്നും ചെയ്യാൻ അധികാരം നമുക്കില്ല, അത്രേ ഉള്ളൂ. എന്നിട്ട് അധികാരമില്ലാത്ത വെച്ചിട്ട് ഓർക്കുന്നില്ല, നേരത്തെ ജീവിക്കാൻ അധികാരമില്ല. അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച്, അള്ളാഹുവിന്റെ വായു ശ്വസിച്ച്, അള്ളാഹുവിന്റെ നിഅമത്തുകളൊക്കെ അവന് പൂർണ്ണമായും ആനുകൂല്യം നേടിയിട്ട് അവന് ജീവിക്കാൻ അധികാരമില്ലാത്തവനാണ്. അതുകൊണ്ട് അവന്റെ വർത്തമാനം
ഞങ്ങളിപ്പോ പറയുന്നില്ല. മറിച്ച് ഒരു നിസ്കാരം ഖളാക്കിയാലുള്ളവന്റെ വർത്തമാനമൊക്കെ പറയുന്നത് ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാക്കിയാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ ശ്രദ്ധിക്കണേ, 80 ഹുതുബ നരകത്തിൽ കിടക്കേണ്ടി വരുമെന്നാണ്. എന്താണ് 80 ഹുതുബ? ഒരു ഹുതുബ എന്ന് പറഞ്ഞാൽ 80 വർഷമാണ്. ഒരു ഹുതുബ എന്ന് പറഞ്ഞാൽ 80 കൊല്ലം. അപ്പൊ 80 ഹുതുബ എന്ന് പറഞ്ഞാൽ എത്ര? 80 × 80 സമം കണക്ക് മനക്കണക്കൊന്നുമില്ലല്ലേ? 8 കൂട്ടിയാൽ മതി. 8 എത്ര? 64 അല്ലേ? 8 64. അപ്പൊ എന്ത് ചെയ്താൽ മതി? 80 × 80 സമം 6400 വർഷം. ഒരു നിസ്കാരം ഖളാക്കിയാൽ 6400 കൊല്ലം നരകത്ത് കിടക്കേണ്ടി വരുന്നു നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കളവ് പറയോ റസൂല്? നമ്മളെ പേടിപ്പിച്ചാൻ വേണ്ടി വെറുതെ കളവ് പറയോ? ഇല്ല. കളവ് തൊട്ട് തീണ്ടാത്ത റിസാലത്തിന്റെ നാവ് കൊണ്ടാണല്ലോ അവിടെ പറഞ്ഞത് 80 ഹുതുബ, അതായത് 6400 വർഷം. ഒരു നിസ്കാരം ഖളാക്കിയതിന്റെ പേരിൽ നരകത്ത് കിടക്കേണ്ടി വരുമെന്ന്. ഖളാക്കിയതിന്റെ പേരിൽ, അല്ലാതെ നിസ്കാരം തീരെ നിസ്കരിക്കാത്തതിന്റെ പേരിലല്ല. കാരണം നിസ്കാരം ഖളാക്കുക എന്ന് പറഞ്ഞ സന്തോഷമാണ്. സന്തോഷം. ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന അമലുകളെ കൊണ്ട്, നമ്മുടെ നോമ്പുകളെ കൊണ്ട്, നോമ്പിന് തന്നെ കുറെ കുറ്റങ്ങൾ ഒരുപാടുണ്ടല്ലോ. മൻ സോമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും വിശ്വാസത്തോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ റമളാൻ ശരീരത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ സകലമായ ദോഷങ്ങളും പൊറുക്കുന്നതാണ്. ആ പൊറുക്കുന്നു പറഞ്ഞ ദോഷം ഏതാണെയോ? ഈ ദോഷങ്ങളൊന്നല്ല, നേരെ മറിച്ച് ചെറിയ ദോഷങ്ങളാണ്. ചെറിയ ചെറിയ തെറ്റുകൾ മാത്രമാണ് പൊറുക്കുക. വലിയ വലിയ ദോഷങ്ങൾ വളർത്തണത് പൊറുക്കണമെങ്കിൽ പൂർണ്ണമായ തൗബ വേണം. തൗബ. ആ തൗബ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾക്കൊന്നും, ഒരുവിധം ആളുകൾക്കൊന്നും തൗബ ചെയ്യാൻ കഴിയില്ല. കാരണം കണ്ണീരല്ലേ എന്റെ പഠിച്ചവനെ ഞാൻ നിസ്കാരം ഖളാക്കി എന്ന് പറഞ്ഞാൽ നോച്ചാൻ വേണ്ടിയുള്ള കൽപ്പ് നമുക്കുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ 15 വയസ്സായോടെ മുതൽ പ്രായപൂർത്തിയായോടെ മുതൽ ഇത്രയൊക്കെ പ്രായമായില്ലേ നമ്മള്? അതിനിടയിൽ എത്ര നിസ്കാരങ്ങളാണ്? ഒരു നിസ്കാരമാണെങ്കിലല്ലേ 6400. അത് 10 വക്ത് നിസ്കാരം ഖളാക്കിയിട്ടുണ്ടെങ്കിൽ എത്രയായി? അത് 100 വക്ത് നിസ്കാരങ്ങൾ ഖളാക്കിയിട്ട് എത്രയായി? നമ്മുടെ ജീവിതത്തില് 100 ആണോ 200 ആണോ 500 ആണോ ആയിരക്കണക്കിന് നിസ്കാരങ്ങൾ നമ്മൾ ഖളാക്കിയിട്ടില്ലേ? നിസ്കരിച്ചാതിരുന്നിട്ടില്ലേ എന്നല്ല ചോദിക്കണം കേട്ടോ, ഖളാക്കിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നത്. അതായത് ഇന്നത്തെ രാവിലെ നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിന്റെ സുബഹിന്റെ മുമ്പ് നമ്മൾ എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടാവാം, അത്താഴം കഴിച്ചിട്ടുണ്ടാവാം. അതൊക്കെ കഴിഞ്ഞ് ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മള് എന്തെയ്തെന്നറിയോ? ഒന്നിങ്ങനെ ഇരുന്നു, ഒന്ന് ഉറക്കേണ്ടത്, കുറച്ചുകൂടി ഒരു 5 മിനിറ്റ് ഉറങ്ങിയിട്ട് നീച്ചിട്ട് എണീച്ചിട്ട് ഞാൻ നിസ്കരിക്കാമെന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങിയാൽ അങ്ങനെ അവൻ എണീക്കുന്നത് 7 മണിക്കാണെങ്കിൽ ആ സമയത്ത് അവൻ നിസ്കരിച്ചാലും അവനിക്ക് 6400 കൊല്ലം അവൻ നരകത്തേക്ക് കിടക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എത്ര നിസ്കാരങ്ങളാണ് ഞങ്ങൾ ഖളാക്കിയത്? അപ്പൊ നമ്മൾ ചോദിക്കും, പഠിച്ചോനെ അങ്ങനെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് വർഷം ഞാൻ നരകത്തിന്റെ വിറക് കൊള്ളിയാവേണ്ടി വരുമല്ലോ എന്ന് ഓരോരുത്തരും കണക്ക് കൂട്ടുന്നില്ലേ? അതിൽ നിന്നും ഒരു മോചനത്തിന് വേണ്ടിയിട്ട് ഈ പരിശുദ്ധ റമളാൻ ശരീഫ് കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു തൗബ നടത്തണം. അല്ലാഹ്, എന്റെ നിസ്കാരങ്ങൾ ഒരുപാട് എന്റെ ജീവിതത്തിനകത്ത് കടന്നു പോയിട്ടുണ്ട്, ഖളായി പോയിട്ടുണ്ട്. അല്ലാഹുവേ, നീ പുറത്തു തരണേ അല്ലാഹ്. ഞാൻ അങ്ങനെ ഖളാക്കിയതിൽ എനിക്ക് വല്ലാത്ത വേദനയുണ്ട്, എനിക്ക് വിഷമമുണ്ട്, നിരാശയുണ്ട്. ഇനി എന്റെ ജീവിതത്തിൽ ഖളാ ഉണ്ടാവുകയില്ല അല്ലാഹ്, മാപ്പ് തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആരുമില്ലാത്ത രാവിലെ ഇരുട്ടിന്റെ അറയില് പടച്ചറപ്പിന് വേണ്ടിയിട്ട് സാക്ഷാത് ചെയ്തുകൊണ്ട് പടച്ചറപ്പിന് വേണ്ടിയിട്ട് കരങ്ങളിൽ ആകാശലോകത്തേക്ക് ഉയർത്തിയിട്ട് ആത്മാർത്ഥമായി കണ്ണുനീരൊലിപ്പിച്ച് കൽബ് പടഞ്ഞ് ചുണ്ടറിയിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കൂ.
തൗബ ചെയ്താൽ ആ തൗബ പടച്ച റബ്ബ് സ്വീകരിച്ചാൽ ഇല്ല നമ്മൾ ഖലാക്കി പോയതിന്റെ പേരില് ലക്ഷക്കണക്കിന് വർഷങ്ങൾ നരകത്തിൽ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് പടച്ച റബ്ബ് പുറത്തു തരുന്നതാണ്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ നിസ്കാരം ചെയ്തേ എന്നാണ് ശ്രദ്ധിക്കാതെ പോകുന്ന കുറെ ആളുകളുണ്ട്. അതുകൊണ്ട് അത് മാത്രപ്പെടുത്തി. അത് മാത്രമൊന്നുമല്ല, സന്തോഷം ഒരുപാടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല, നമ്മുടെ വിഷയത്തിനല്ല. അപ്പൊ നമുക്ക് ഫർദ് നിസ്കാരങ്ങൾ വളരെ ശ്രദ്ധിക്കണേ. അതോടുകൂടെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങളിലും വ്യാപൃതരമായി ശ്രദ്ധിക്കണം, കഴിയുന്ന പരമാവധി. കാരണം എന്തെന്നറിയുമോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് പരിശുദ്ധ ഈ റമദാൻ ശരീഫിലെ മന്നത്താ ഖസ്ലത്തൻ മന്നത്താ ഫീ ഖസ്ലത്തൻ മിൻ ഖൈരിൻ കാന കമന്നത്താ ഫരീദത്തൻ ഫീമാ സിവാ. ആരെങ്കിലും ഒരു ചെറിയ നന്മ, ഒരു സുന്നത്തായ ഒരു കാര്യം ഒരു തവണ ചെയ്താൽ, ഈ പരിശുദ്ധ റമദാൻ ശരീഫിൽ ചെയ്താൽ അവന് ഫർദിന്റെ കൂലിയുണ്ട്. ഫർദ് നിസ്കരിച്ചതിന് തുല്യം. ഇന്നിപ്പോ സുബൈന്റെ മുമ്പ് നമ്മള് സുന്നത്ത് കരിച്ചില്ലേ? സുബൈന്റെ മുമ്പ് സുന്നത്തുകാർ വലിയ കൂലിട്ടാണ് കാര്യമുണ്ടാവും. ഈ ദുനിയാവിലുള്ള മുഴുവനും നമ്മളുടെ ആയാലുണ്ടാകുന്ന അവസ്ഥ എന്തോ അതിനേക്കാൾ വലിയ സന്തോഷമായിരിക്കും ആഹ്റത്തില് സുബൈന്റെ മുമ്പുള്ള സുന്നത്ത് കരിച്ച ആളുകൾക്ക് എന്ന് വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സുബൈന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിന് നമുക്ക് ഫർദിന്റെ കൂലി കിട്ടി. സുബൈക്കോ മന്നത്താ ഫരീദത്തൻ ഫീഹി കാന കമന്നത്താ 70 ഫരീദത്തൻ ഫീമാ സിവാ. ഒരു ഫർളായ കാര്യം ഒരാൾ നിർവഹിച്ചാൽ അവൻ 70 ഫർള് ചെയ്തതിന് തുല്യമാണ്. റമദാൻ ശരീഫിന്റെ പവിത്രതയാണത്. അപ്പൊ ഇന്ന് സുബൈന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഒരു ഫർദ് നിസ്കരിച്ച കൂലി, സുബൈ നിസ്കരിച്ചാലോ 70 ഫർദ് നിസ്കരിച്ച കൂലി. അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ പല ആളുകളും ചെയ്യുന്ന പണി വേറെയാണ്. ബാങ്ക് കൊടുക്കുമ്പോ നമ്മൾ അത്താഴം കഴിച്ചു നിർത്തും. എന്നിട്ട് ബാങ്ക് കൊടുത്തോടെ തന്നെ 2 റക്അത്ത് കുത്തി പറഞ്ഞിട്ട് ആ പായി തന്നെ എന്ത് ചെയ്യും, അത് കിടക്കുക എന്നാണ് അല്ലാഹു പഠിച്ചവനെ എന്ന് പറയും. ആ പായി തന്നെ എടുക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ, അങ്ങനെ നല്ല ചെയ്യേണ്ടത് ഞാൻ പറയുന്നുണ്ടതിലേക്ക്. എന്താണ് ആ സമയത്ത് ചെയ്യേണ്ടത് എന്ന് യഥാർത്ഥ വിഷയം തപ്പുകൊണ്ടാവാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ടല്ലോ, ഈ വിഷയങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ റമദാൻ കഴിയുമ്പോഴേക്ക് നമുക്കൊരു ഇഖ്ലാസ് വരണം, ഒരു തഖ്വ വരണം, ഒരു മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. എന്നിട്ട് സ്വർഗത്തിലേക്ക് നമ്മൾ ആനയിക്കപ്പെടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനു വേണ്ടിയാണ് സുന്നത്തായ കാര്യങ്ങൾ നിർവഹിക്കണേ. മഗ്രിബിന്റെ മുമ്പ് ളുഹറിന്റെ മുമ്പ് നമ്മൾ 4 റക്അത്ത് തന്നെ നിസ്കരിക്കുക. 2 റക്അത്തിന് പകരം 4 തന്നെ നിസ്കരിക്കോ. അതുപോലെ ളുഹറിന് ശേഷം 4 റക്അത്ത് നിസ്കരിക്കോ. അസ്റിന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കോ. അതുപോലെ തന്നെ അങ്ങനെ സുന്നത്തുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനൊക്കെ പുറമേ ഇൻഷാ അല്ലാഹ് നമ്മൾ തഹജ്ജുദ് നിസ്കാരം പതിവാക്കണേ. വലിയ കൂലിയുള്ള കാര്യമാണ് തഹജ്ജുദ് നിസ്കാരം. നമ്മൾ എന്ത് ചെയ്യുന്ന അത്ര തന്നെ കൂലില്ലാത്ത ഒരു കാര്യമാണ് അത്താഴം കഴിക്കുക. കൂലില്ലാത്തല്ല കേട്ടോ, തഹജ്ജുദിന്റെ അത്ര കൂലില്ല. അത്താഴത്തിന് കൂലിട്ടില്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്യാണ്ട്. അത്താഴത്തിന് കൂലിട്ടില്ലെങ്കിൽ തന്നെ നിയത്തല്ലോ. നിയത്ത് വച്ചല്ലോ. അതേതാ നിയത്ത്? നൈറ്റ് സോമതി അതല്ലേ? അത് എന്തിന്റെ നിയത്താണ്? അത് എന്തിന്റെ നിയത്താണ്? അത് നോമ്പിന്റെ നിയത്ത്. അത്താഴത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ നിയത്ത് കൊണ്ടല്ലാതെ അത്താഴത്തിന് കൂലിയില്ല എന്ന് നമ്മുടെ കിതാബിലുണ്ട്. മനസ്സിലായില്ലേ? അത്താഴത്തിന് കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മള് നിയത്ത് ഏതുപോലെ അറിയാം. ഇപ്പൊ നമ്മള് ഒന്നു കൊടുക്കുമ്പോ നീയത്ത് എപ്പോഴാണ് നീയത്തില്ല? ഒന്നു കൊടുക്കുന്ന സമയത്ത് നീയത്ത് വെക്കലെപ്പോഴാ? മുഖം കഴിക്കുമ്പോ ഒന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ? അല്ല, അതിന്റെ മുമ്പ് നമ്മൾ കൈ കഴിക്കണില്ലേ? അതിന്റെ മുമ്പ് നമ്മൾ കൈ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വായിൽ വെള്ളം കൊണ്ടിരിക്കുന്നുണ്ട്, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നുണ്ട്, ബ്രഷ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിന്റെ മുമ്പുള്ള സുന്നത്തല്ലേ? ആ സുന്നത്തിന് കൂലി കിട്ടണമെങ്കിൽ എന്ത് വേണം? വുദൂഇന്റെ സുന്നത്ത് ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയത്ത് വെക്കണ്ടേ? വേണ്ടേ? ഈ മുഖം കഴിക്കുന്ന സമയത്ത് വുദൂഇന്റെ ഫർദിനെ വെക്കുന്നത് നിയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായി മാറും?
വുദു ശരിയാവും. പക്ഷെ എന്തില്ല, അതിന്റെ മുമ്പ് ചെയ്ത ആ കൈ കഴിക്കുന്നതും വായുള്ള കൊണ്ട് ചെയ്തൊന്നും കൂലിട്ടില്ല. അത് കിട്ടണമെങ്കിൽ എന്താണ്? വുദുവിന്റെ സുന്നത്ത് ഞാൻ നിർവഹിക്കുന്നു എന്ന് നീയത്തക്കണം. എന്നതുപോലെ തന്നെ എന്ന നീയത്ത് വെച്ചാൽ നോമ്പ് ശരിയാവും. പക്ഷേ ഈ നോമ്പിന്റെ സുന്നത്താകുന്ന അത്തായത്തിന് കൂലിട്ടുണ്ടെങ്കിൽ എന്ത് വേണം? നോമ്പിന്റെ സുന്നത്തായ ഞാൻ കഴിക്കുന്നു എന്ന് അത്തായം കഴിക്കുന്നതിന് മുമ്പ് നീയത്ത് വേണം. മനസ്സിലായ? നമ്മളിപ്പോ 18 അത്തായം കഴിച്ചു, 18 അത്തായം കഴിച്ചില്ല, 18 കൂലി കിട്ടിയ നമുക്ക് ഇനിയെങ്കിലും നമ്മൾ അത് ശ്രദ്ധിക്കുക. കുറച്ച് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ എന്താ പറഞ്ഞു? അപ്പോ നാം പറഞ്ഞു വന്നതെന്നറിയോ? ആ സമയത്ത് നമ്മൾ അത്താഴത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി നമ്മൾ എണീക്കും. നല്ല കാര്യം തന്നെയാണ്, സുന്നത്തായ കാര്യമാണ്. ചില ആളുകളൊക്കെ പറയും ഞാൻ അത്താഴം കഴിക്കാറില്ല എന്ന് അഭിമാനത്തോടുകൂടെ പറയാറുണ്ട്. അതിനൊരു അഭിമാനമില്ല. സുന്നത്തായ കാര്യം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു എനിക്ക് അഭിമാനമുള്ളത്. ഞാൻ അത്താഴം കഴിക്കാറ്, ഞാൻ രാത്രി എന്തെങ്കിലും കഴിച്ചു കണ്ട കിടന്നുറങ്ങലാണ്, പിന്നെ ഞാൻ അത്താഴത്തിനും എണീക്കലില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനത്തോടുകൂടെ ചില ആൾക്കാർ പറയണ്ടെങ്കിൽ ആ അഭിമാനമല്ലാതെ എനിക്ക് അപമാനം ഇനി മുതൽ പറയരുത്. എന്റെ കാരണം സുന്നത്ത് ഞാൻ ഒഴിവാക്കുന്നതിന്റെ അർത്ഥം അത് ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അത്താഴം കഴിക്കണം. അത്താഴം കഴിക്കണം സുന്നത്താണ്. നീയത്തോടുകൂടെ അത്താഴം കഴിക്കുക. എന്നാൽ ആ അത്താഴത്തിന് വേണ്ടി വെളിയിക്കുമ്പോ നമ്മൾ എന്തായാലും മൂത്രപ്പരയിൽ പോയിട്ടൊന്ന് മൂത്രം വഹിച്ച് നമ്മൾ പല്ലൊന്ന് തേച്ചിട്ട് മുഖത്ത് കഴുകൂലേ? ആ സമയത്ത് നമുക്ക് 2 കൈയും കഴുകി തല നടന്ന് 2 കാലും കഴുകിയിട്ട് അത് നിസ്കാരപ്പായിലേക്ക് മുസല്ലയിലേക്കൊന്ന് പോയിട്ട് 2 റക്അത്തൊന്ന് നിസ്കരിച്ചാൽ എത്ര മിനിറ്റ് നമുക്ക് 2 റക്അത്ത് വെച്ചാൽ 2 3 പോരെ? ഒരു 2 3 റക്അത്ത് 2 3 മിനിറ്റ് മതി നമുക്ക് 2 റക്അത്ത് വെച്ചാൽ. ആ സമയം നമ്മൾ ശ്രമിച്ചില്ലട്ടാ. ആണെങ്കിൽ സംഭവം സിമ്പിൾ പരിപാടിയാണ്. എന്തായാലും മൂത്രമൊഴിച്ച് നമ്മൾ പല്ലൊന്ന് തേച്ച് മുഖത്തൊന്ന് കഴിക്കും. എന്തിന്? അത്താഴം കഴിക്കാൻ വേണ്ടി. ആ സമയത്ത് ആ മുഖം കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ 2 കൈയൊന്ന് കഴിക്കും, തലൊന്ന് തടവി 2 കാലും കഴിക്കും. ഉള്ളായില്ല. ആ ഉള്ളോട് കൂടെ എന്താണ് 2 മിനിറ്റോണ്ട് അല്ലെങ്കിൽ 2 3 മിനിറ്റോണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കുന്നു. സുന്നത്താകും തഹജ്ജുദ് നിസ്കാരം സുന്നത്ത് സ്വലാത്ത് തഹജ്ജുദ് റക്അത്തേക്ക് നിങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ നിസ്കരിച്ചാൽ 2 3 മിനിറ്റ് പരിപാടി കഴിഞ്ഞിട്ട് അത്താഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത്താഴം കഴിച്ചിട്ട് നിസ്കരിച്ചാലും വേണ്ടില്ല. എങ്ങനെയായാലും അങ്ങനെ നിസ്കരിച്ചാൽ 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞാൽ അത് എന്നോട് പതിവാക്കി കഴിഞ്ഞാൽ വലിയ കൂലിയാണ്. എന്താ കൂലി ഞാൻ പറഞ്ഞുതരാം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. എന്താ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്? ഫീ സുഈദിൻ വാഹിദിൻ യൗമൽ ഖിയാമ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖിയാമത്ത് നാളിലെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുമല്ലോ. ലോകത്തുള്ള സകലമാന മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടപ്പെടും. ലോകത്തുള്ള സകലമാന മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്നു മാത്രമല്ല, എന്നിട്ട് എന്തെയ്യുന്നറിയോ? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറയും, ആരാണ് കടപ്പറയിൽ നിന്നും എണീറ്റുകൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ച ആളുകൾ എവിടെ? എങ്ങനെ? ധാരാപാലം പോലെ വരവ് കിടക്കുന്ന കോടവാലിക്കോടത്തിന്റെ ഇടയിൽ നിന്നാണ് ചോദിക്കുന്നത്. ശ്രദ്ധിക്കണേ. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈ ലോകം അവസാനിക്കുന്നത് വരെ ഈ ഭൂമി ലോകത്ത് ജനിച്ചു വളർന്ന് നഷ്ടപ്പെട്ടു പോയ സകലമായ കോടാനുകോടി ജനങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശറ എന്ന് പറയുന്ന വലിയ സദസ്സിൽ നിന്നാണ് വിളിക്കുന്നത്. കിടപ്പ സ്ഥലത്തിൽ നിന്നും എണീറ്റിട്ട് കിടക്കപ്പായിൽ നിന്നും എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ എവിടെ? അവരെ കുറച്ചാളുകൾ മാറി നിൽക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നു, അവർ വളരെ വിരളമാണ്, വളരെ കുറവാകുന്നവര്. വളരെ കുറച്ചാളുകളുണ്ട്. കോടാനുകോടി ജനങ്ങളിൽ നിന്ന് തഹജ്ജുദ് ഒഴിവാക്കിയ ആൾക്കാരുടെ ചോദിക്കുമ്പോൾ കുറച്ച് മാറിക്കും. ആ മാറിക്കുന്ന ആളുകൾ വളരെ കുറച്ചുള്ളൂ. അതന്നെ ഉണ്ടാവുള്ളൂ അല്ലേ? എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. ഇന്ന് ലോകത്ത് ഏകദേശം ഒരു 800 കോടി ജനങ്ങളൊക്കെയാണ് ഉള്ളത് എന്നാണ് ഏകദേശം കണക്കുള്ളത്. 800 കോടി ജനങ്ങൾ. അതിൽ തന്നെ മുസ്ലിങ്ങൾ എത്ര ആൾക്കാരാണ്?
ഒരു 150 കോടി ജനങ്ങളൊക്കെയാണ് മുസ്ലിംസ് ഉള്ളത്. ആ 150 കോടി ജനങ്ങളിൽ താജ് സ്വീകരിച്ച ആൾക്കാർ എത്ര ആളുണ്ടാവും? 50 കോടി ഉണ്ടാവും. ഇനി പാവമുണ്ട് അങ്ങോട്ടൊന്നും പോകണ്ട. നമ്മൾ ഈ പൊയ്ക്കാട്ടെ മേഖല ഏരിയ എത്ര വീടായി മേഖലയിലുള്ളത്? 600 വീട്. ഒരു 600 വീടാണെങ്കിൽ 600 വീട്ടിൽ ഒരു വീട്ടിൽ ഒരു 5 ആളെ വെച്ചുകൊണ്ട് നമ്മൾ വീടാണെങ്കിൽ ഏകദേശം എത്രയായി? 3000 ആൾക്കാരായി. 3000 ആൾക്കാർ. 3000 ആൾക്കാരുണ്ടാവുമ്പോൾ ഈ പ്രദേശത്ത് 3000 ആളുകളുണ്ടെങ്കിൽ ഈ 3000-ൽ എത്ര ആൾക്കാർ താമസിച്ചിട്ടുണ്ടാവും? നിങ്ങളുടെ അഭിപ്രായത്തിൽ 1000 ഉണ്ടാവുക? 500 ഉണ്ടാവുക? 3000-ൽ 500 ഉണ്ടാവുക? ചിന്തിക്കേണ്ടതല്ല. ഏതായാലും അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ അറിയാൻ വേണ്ടി വന്നത് കുറവാണെന്ന് റസൂൽ പറഞ്ഞല്ലോ. നമ്മുടെ നാട്ടിൽ തന്നെ മുസ്ലിങ്ങളിൽ തന്നെ കുറവാണെന്ന് നോക്കുമ്പോ പിന്നെ ഇത് ആകെ മൊത്തത്തിലല്ലേ നോക്കണത്? മൊത്തത്തിൽ ആഗോളതലത്തിലല്ലേ അല്ലാഹു റസൂൽ പറയുന്നത്? കോടാനുകോടി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സദസ്സിൽ നിന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളെ ഒന്ന് മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് ഒരു ഹിസാബില്ലാതെ വിചാരണയില്ലാതെ അവരോട് ചോദ്യങ്ങളില്ല. എന്തിനാ അങ്ങനെ ചെയ്തോ? എന്തേ ഇങ്ങനെ ചെയ്യായിരുന്നു? എന്തിനാ അങ്ങനെ പോയത്? എന്തേ ഇങ്ങനെ വരാനുള്ള ചോദ്യങ്ങളില്ല. അങ്ങനെ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നിട്ട് അവര് സ്വർഗത്തിൽ കടന്നതിന് ശേഷമാണ് മറ്റുള്ളവരോട് ഹിസാബിനെ കൊണ്ട് കൽപ്പിക്കപ്പെടുന്നത് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തഹജ്ജുദ് പതിവാക്കി കഴിഞ്ഞാൽ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാം. അതന്നെ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന് പുറമെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അലൈക്കും ബിഖിയാമിൽ ലൈൽ. നിങ്ങൾ ഖിയാമുൽ ലൈലിനെ നിങ്ങൾ നിർബന്ധമാക്കണേ. ഖിയാമുൽ ലൈലിനെ നിങ്ങൾ നിർബന്ധമാക്കുക. നിർബന്ധമാക്കുക എന്ന് പറയുമ്പോൾ ഇൽസഖു അലൈക്കും എന്നാണല്ലോ അതിനെ നമ്മൾ സങ്കല്പിക്കുക. അപ്പൊ നിങ്ങൾ നിർബന്ധമാക്കണേ എന്ന് പറയുമ്പോ ഞാനായിട്ട് നിർബന്ധമാക്കണില്ല, നിങ്ങൾ നിർബന്ധമാക്കുക. അതായത് താജുസ്ലാം സുന്നത്തുള്ളല്ലോ. ഞാനായിട്ട് നിർബന്ധമാക്കുക, നിങ്ങളെ പേര് നിർബന്ധമാക്കിയെന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ നമ്മളൊക്കെ പറയണ്ടല്ലോ, എടാ എന്നെ ക്ലാസ്സിൽ കണ്ടില്ലല്ലോ, ചോദിക്കാൻ പോയിരുന്നു, ഞാൻ പെരുന്നാളിന് പോയി നിർബന്ധമായിരുന്നു. പെരുന്നാളിനെ പോയതേനു, പെരുന്നാളിന് എന്റെ നിർബന്ധമായിട്ട് പോകണേ. ആര് നിർബന്ധമാക്കി? ആയത്തിലോ ഹദീസിലോ ഏത് ശരീരത്തിന്റെ പെരുന്നാളെ പോകാൻ നിർബന്ധമാക്കിയത്? ഇല്ല, നമ്മൾ നമ്മുടെ പേര് നിർബന്ധമാക്കി. അല്ലെ, എനിക്ക് ഇന്നോടത്ത് പോകാൻ നിർബന്ധമായിരുന്നു, ഇന്ന കാര്യം ചെയ്യാൻ നിർബന്ധമായിരുന്നു എന്ന് പറഞ്ഞത് നമ്മൾ നമ്മുടെ പേര് നിർബന്ധമാക്കിയതുപോലെ നിങ്ങളുടെ പേര് നിങ്ങൾ എന്ത് ചെയ്യണം അറിയുമോ? നിസ്കാരത്തെ നിർബന്ധമാക്കണേ. കാരണം എന്താ? 5 കാരണങ്ങൾ റസൂൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ നമുക്കുള്ള സ്വാലിഹീങ്ങളുടെ പതിവാണത്. സ്വാലിഹീങ്ങളുടെ പതിവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്വാലിഹീങ്ങളാവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഇങ്ങനെ ദ്വാരക്കും ചെയ്യും. പണ്ട് ഒരാൾ ദ്വാരുന്ന മാതിരി രണ്ടാരാൾ ദ്വാരുന്ന പെണ്ണൊന്നും കെട്ടിയില്ല, പക്ഷെ കുട്ടികൾ വേണമെന്നാണ് ഇതെല്ലാം ദ്വാരക്കുന്നത്. അതെങ്ങനെ നടക്കുമോ? പെണ്ണിട്ടാണ് കുട്ടികളുണ്ടാവാൻ പറഞ്ഞിട്ട് കാര്യമല്ലോ. അപ്പൊ എന്നതുപോലെ നമ്മൾ ഇങ്ങനെ ദ്വാരക്കും. നമ്മൾ ദ്വാരക്കല്ലേ? ഇമാമൊക്കെ ദ്വാരക്കുമ്പോ നമ്മൾ ആമി ആമി എന്തായാലും പറയണ്ടേ? തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ. പഠിച്ചവനെ ഞങ്ങളെ മുസ്ലിമായി മരിപ്പിച്ച് സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. എല്ലാ ദിവസവും എല്ലാ നേരം എന്ന് പറയും പോലെ എന്താണ് ഇമാമികൾ എന്ത് ചെയ്യും? ദ്വാരക്കലുണ്ട്. നമ്മുടെ അറിയില്ല, ആമി പറയണ്ടേ? അല്ലേ, ബാക്കിൽ ഇമാം ബഹുനികളെ നിസ്കരിക്കുന്ന ആൾക്കാരല്ലേ നമ്മളൊക്കെ. നമ്മൾ ആമി പറയില്ലേ? എന്ത് സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി. ആ സ്വാലിഹീങ്ങൾ ആങ്ങളെങ്കിൽ എന്ത് കാണും? അല്ലെങ്കിലും ആ സ്വാലിഹീങ്ങളിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലോ കോടാനുകോടി ജനങ്ങളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടും.
മനസ്സിലായില്ല? സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ കോടാനുകോടി ജനങ്ങളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടും. എങ്ങനെ? കോടാനുകോടി ജനങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ കിട്ടുന്നത് എങ്ങനെയെന്നറിയോ? നമ്മൾ അത്തഹിയ്യാത്തിൽ പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. സ്വാലിഹീങ്ങളായ അല്ലാഹുവിന്റെ അടിമകളുടെ മേൽ മുഴുവനും അല്ലാഹുവിന്റെ സലാമത്ത് ഉണ്ടായിരിക്കട്ടെ. അല്ലേ? എല്ലാ ജനങ്ങളും നമ്മളെ നാട്ടിൽ മാത്രമൊന്നല്ലല്ലോ, എല്ലാവരും അത്തയാത്തോലൂലേ? അല്ലേ? കോടാനുകോടി ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ നിസ്കരിക്കുന്നില്ലേ? നിസ്കാരക്കാരായ സകലമായ മനുഷ്യന്മാരും ഓരോ നിസ്കാരത്തിൽ തന്നെ രണ്ടത്തയാക്കാം. അതിലിപ്പോ എന്താണ് സുബൈക്ക് മാത്രമേ ഒഴിവുള്ളൂ. തറാവി ആണെങ്കിൽ എത്ര അത്തയ്യാത്തിട്ട്, തറാവി ചെറുപാടാണെങ്കിൽ 12 എന്ന അത്തയ്യാത്തിട്ട്. അല്ലേ? അങ്ങനെ തുടങ്ങി അതിന് ശേഷമുള്ള വേറെയുള്ള സുന്നത്തുകളൊക്കെ അത്തയ്യാത്താത്ത നിസ്കാരങ്ങളില്ലല്ലോ. എത്ര റക്അത്തുകളാണ്, എത്ര അത്തഹിയ്യാത്തുകളാണ് ഓരോ മുഅ്മിനീങ്ങളും ഓരോ ദിവസങ്ങളിൽ ഓതുന്നത്. അതിൽ മുഴുവനും നമ്മൾ ഉൾപ്പെടൂലേ? വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. സ്വാലിഹീങ്ങളായ അടിമകളുടെ മേലിലും അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? നമ്മൾ സ്വാലിഹീങ്ങളായാൽ അത്രയും കോടാനുകോടി ജനങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുന്നു. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. സ്വലാത്തുല്ലാഹ്. ഞാനൊന്ന് തൃപ്തിയായിട്ടോ. അങ്ങനെ 5 കാര്യങ്ങൾ റസൂൽ പറയാം. എന്താണ് 5 കാര്യങ്ങളാണ്? റസൂൽ പറയാം 5 ഗുണങ്ങളാണ്. ഒന്ന് സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാം. രണ്ടാമത് അല്ലാഹുവിലേക്ക് അടുക്കാം. തഹജ്ജുദ് നിസ്കാരം പതിവാക്കണേ. അത് 5 കാര്യങ്ങൾക്ക് നിങ്ങളെ 5 കാര്യങ്ങൾ അതിന്റെ ഗുണങ്ങളുണ്ട്. ഒന്ന് സ്വാലിഹീങ്ങൾ ഉൾപ്പെടാം. അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്നതാണ്. അല്ലാഹുവിലേക്ക് അടുക്കുക എന്നുള്ള ഒരു വലിയ ആവാനമാണ്. നമ്മൾ എന്താണ് തഹജ്ജുദ് നിസ്കാരം പതിവാക്കാത്ത ആളുകളൊന്നും എന്തായില്ല, വലിയ പറയാൻ പറ്റില്ല. കുറെ പച്ച മലയും കെട്ടി മലയും പച്ച ഒല്ലിയും പച്ച കുപ്പായ കെട്ട് വന്നു വെച്ചിട്ട് അയാൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല. എന്നാൽ പിന്നെ അയാൾ വെക്കൂടാന്നല്ലാണ്ട് അയാൾ വലിയൊന്നല്ല. തഹജ്ജുദ് നിസ്കരിച്ചാത്ത ആൾക്കാർ എന്ത് വലിയ. അപ്പൊ അതുകൊണ്ട് തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക. മൂന്നാമത്തേതാണ് റസൂൽ പറഞ്ഞത്, തെറ്റുകുറ്റങ്ങളെ അത് മായ്ച്ചു കളയുന്നതാണ്, പൊറപ്പിച്ചു കളയുന്നതാണ്. ദോഷങ്ങൾ പുറത്തുപോകും തഹജ്ജുദ് പതിവാക്കിയാൽ. നാലാമത് റസൂൽ പറയുന്നു, തെറ്റിനെ അത് ഇല്ലാതെയാക്കുകയും ചെയ്യുന്നു. തെറ്റ് ചെയ്യാൻ തോന്നില്ല. നമ്മളെന്ത് ചെയ്യും? ഈ തഹജ്ജുദ് നിസ്കാരം നമ്മളവിടെ പിടിച്ചു വെക്കും. നിങ്ങൾ കണ്ടോ, ഒരു കാള് കണ്ടുകയാണ്, അതോടുകൂടെ അയാൾ തഹജ്ജുദ് നിസ്കരിച്ചു. അങ്ങനത്തെ ഒരാൾ വേണ്ട, കണ്ടില്ല. അങ്ങനെ ഒരാളുണ്ടാ? ആളെ പേരെന്തെങ്കിലും തന്നെ പറയും വേണ്ട, അതിന് വേറെ അർത്ഥം ഞാൻ വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിനില്ല, അദ്ദേഹത്തിന്റെ തഹജ്ജുദ് നിസ്കാരം അദ്ദേഹത്തിന് സ്വീകാര്യതയില്ല. ഒരു വക്ത് നിസ്കാരം ഖളാക്കി കഴിഞ്ഞാൽ പിന്നെ അയാൾ സുന്നത്തുകൾ തീർന്ന പൂയത്തില്ലല്ലോ. ഇല്ല, ഒരു വക്ത് നിസ്കാരം തന്നെ കളാണ്. അയാൾക്ക് ഇനിയും വന്നിട്ട് 10 കൊല്ലം മുമ്പത്തെ ഒരു ദുഹർ നിസ്കാരം വീട്ടാണ്ട്, എന്നിട്ടും അയാൾ ചെയ്യുന്നു അത് വീട്ടാണ്ട്. തഹജ്ജുദുണ്ട്, ദുഹറുണ്ട്, അതേപോലെ തന്നെ റവാത്തിബ് സുന്നത്തുകളുണ്ട്, വിത്തറുണ്ട്, തറാവീഹുണ്ട്. ഒരു കാര്യം അതൊക്കെ ആദ്യം അതൊക്കെ വീട്ടാം. കാരണം ബാധ്യത നമ്മൾ വീട്ടണം. എന്നിട്ടേ നമ്മൾ സുന്നത്തിലേക്ക് കടക്കാവോ. അതുകൊണ്ട് എന്തെങ്കിലും അറിയുമോ, ഏതെങ്കിലും ഒരാൾ അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, അയാൾ മദ്യപാനിയുമാണെങ്കിൽ അയാൾ തഹജ്ജുദ് സ്വീകരിക്കുന്നില്ല എന്നതിന്റെ അടയാളമാണ്. അഞ്ചാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ശരീരത്തിലുള്ള കേടായ അണുക്കളെയൊക്കെ അത് ചെയ്യുന്നതാണ്, നശിപ്പിച്ചു കളയുന്നതാണ്. അതായത് വലിയ രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്ന ആളുകൾക്ക് രോഗത്തിലുള്ള ശരീരത്തിലുള്ള അണുക്കളൊക്കെ നശിപ്പിച്ചു കളയും. പഠിച്ചോ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, തഖ്വയുണ്ടാവാനാണ്
റക്അത്ത് 2-3 മിനിറ്റ് വെച്ച് നമുക്ക് നിസ്കരിക്കാം. ഏറ്റവും ചുരുങ്ങിയതാണ് പറയുന്നത് കേട്ടോ, ഏറ്റവും ചുരുങ്ങിയതാണ് നമ്മൾ പറയുന്നത്. എത്രയും നീട്ടി വെച്ച് നിസ്കരിച്ചാൽ അത് റക്അത്ത് കണക്ക് എണ്ണമൊന്നുമില്ല. ഏറ്റവും ചുരുങ്ങിയത് 2, അത് 4, 8, 10 ഒക്കെ നിസ്കരിക്കാം. അതോടുകൂടെ തന്നെ ഒരു നിസ്കാരത്തിൽ തന്നെ വലിയ സൂറത്ത് ഓതിക്കാണ്ട് അങ്ങനെയാക്കാം, വലിയ സൂറത്ത് ഓതാം, അങ്ങനാക്കാലോ, അതൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണേ. ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അതിനുശേഷം അതായത് സുബഹിസ്കാരം കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? നമുക്കെന്താ പരിപാടി? അത്താഴത്തിന് വേണ്ടിയിട്ട് സുബഹിന്റെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ മുമ്പ് നമ്മൾ എണീറ്റ് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ തഹജ്ജുദൊക്കെ നിസ്കരിച്ചു, നാളെ മുതൽ തഹജ്ജുദ് നിസ്കരിച്ചാൽ ഇൻഷാ അല്ലാഹ് തൗഫീഖ് കിട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മളത് എന്ത് ചെയ്യും? നിസ്കരിക്കും. അല്ലെ, 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നടത്താനും എടുക്കും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ പല ആളുകളും ധരിച്ചു വെച്ചിട്ടുണ്ട്, ഈ റമദാൻ മാസത്തിൽ പ്രത്യേകിച്ചും സുബഹിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കിടന്നുറങ്ങൽ സുന്നത്താണോ? അല്ലേ, സുന്നത്തെന്ന് മാത്രമല്ല കറാത്താണ്. സുന്നത്തില്ല എന്ന് മാത്രമല്ല കറാഹത്തും കൂടിയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ആ സമയത്ത് ബറക്കത്തുള്ള സമയമാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റിസ്ഖിനെ വിഹിതപ്പെടുന്ന സമയമാണ്. ആ സമയത്തിൽ അശ്രദ്ധയായി പോയരുത് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ദിവസം മഹദിയായ ഫാത്തിമ ബീവി അങ്ങനെ കിടന്നുറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീവി തന്നെ പറയുകയാണ്, ഫഹറഖനീ റസൂലുള്ളാഹി ബിരിജ്ലിഹി. റസൂലുള്ളാഹിന്റെ കാല് കൊണ്ട് എന്നെ ഇങ്ങനെ തട്ടി ഉണർത്തി. എന്നിട്ട് പറഞ്ഞു, ഖൂമി യാ ബുനയ്യത ഖൂമി, എന്റെ പൊന്നുമോളെ എണീക്കോ, പൊന്നുമോളെ എണീക്കോ. എന്നിട്ട് വസ്മദീ റിസ്ഖ റബ്ബികി, എന്റെ റബ്ബിന്റെ റിസ്ഖിന് നീ സാക്ഷിയാവൂ. ഈ സമയമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അടിയാറുകൾക്ക് റിസ്ഖിനെ വിഹിതപ്പെടുന്നതായ സമയമാണ്. ലാ തകും മിനൽ ഗാഫിലീൻ, ലാ തകൂനി മിനൽ ഗാഫിലീൻ. അശ്രദ്ധയുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെട്ടു പോകരുത് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിസ്കാരം കഴിഞ്ഞാൽ ഉറങ്ങല്ല എന്ന് ഫാത്തിമ ബിവിയോട് റസൂൽ. ആ സമയത്ത് ബറക്കത്തുള്ള സമയമാണ്, ആ സമയത്ത് റിസ്ക് വിശാലം നൽകുന്ന സമയമാണ്. ആ സമയത്ത് ഉറങ്ങിയാൽ ദാരിദ്ര്യമുണ്ടാകുമെന്നാണ് അതിന്റെ അർത്ഥം. സുബഹിന്റെ ശേഷം ഉറങ്ങിയാൽ ദാരിദ്ര്യം കടന്നു വരും. മാത്രമല്ല അല്ലാഹു റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. അല്ലാഹുവേ എന്റെ സമുദായത്തിലേക്ക് അവരുടെ പ്രഭാത സമയത്തിന് ബറക്കത്ത് ചൊരിയണേ. ആ സമയത്ത് ഒരിക്കലും ഉറങ്ങിപ്പോയാൽ ബറക്കത്തില്ല, ബറക്കത്ത് നഷ്ടപ്പെടും, ദാരിദ്ര്യം കടന്നു വരും. പിന്നെ ആ സമയത്ത് എന്താ ചെയ്യാ? അതല്ല ഇപ്പൊ ചോദ്യമുള്ളത്. ആ സമയത്ത് പിന്നെ എന്താ ചെയ്യാ? നമ്മൾ നിസ്കാരം കഴിഞ്ഞു, സുബഹിസ്കാരം കഴിഞ്ഞു, സുബഹിന്റെ മുമ്പുള്ള സുബഹിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടാവും. നിസ്കരിക്കണം ഇൻഷാ അല്ലാഹ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ദുനിയാവിലുള്ളത് മുഴുവനും കിട്ടിയാലുണ്ടാകുന്ന പ്രതിഫലമത്രേ. അതിനേക്കാൾ വലിയ സന്തോഷകരം ആഖിറത്തില് ഈ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് തൗഫീഖിൽ കട്ടെ. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്തിന് ശേഷം അലം യശ്റഹു ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ 2 സൂറത്ത് ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ എന്ന സൂറത്ത്, അതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. 2 സൂറത്ത് ഓതുക ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞ് സുബഹി നമസ്കാരം കഴിഞ്ഞതിന്റെ ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കിടന്നുറങ്ങില്ല. നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ സ്വലാത്തുമായിട്ട് ഇങ്ങനെ കുറച്ചേരം ഇരിക്കുക. അല്ലാഹു റസൂൽ പറയുന്നത് നമുക്ക് കേട്ടോ. അല്ലാഹു റസൂൽ പറയാൻ എന്താണെന്നറിയോ? മൻ സല്ലൽ ഫജ്ർ ജമാഅ, ആരെങ്കിലും ഫജ്ർ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ, സുബഹി നമസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ, അല്ലാഹുവേ ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്ത്രീകൾ ഉണ്ടാവും, പക്ഷേ ഞങ്ങൾക്ക് അതിന് വയ്ക്കൂലല്ലോ. വെറുതെ പറയാം. വീട്ടിലൊക്കെ എത്ര ആളുകൾ ഉണ്ടാവും ജമാഅത്തായിട്ട് കിട്ടാൻ പറ്റിയ? അമ്മായിമല്ലേ, മൂത്തച്ഛില്ലേ, നാത്തൂല്ലേ, അതുപോലെ തന്നെ വേണ്ട പോലെ ഒരുപാട് ആൾക്കാരില്ലേ, ഓലൊക്കെ കുട്ടികളുടെ ജമാഅത്തായിട്ട് നിസ്കരിക്കാലോ. പെണ്ണുങ്ങളെന്ന് പറഞ്ഞ ഒറ്റത്തുക്കേശനം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഓരോരുത്തരും റൂമിലേക്കരം ആ പോലൊക്കെ വേറെ കട്ടിക്കൊടുത്തന്നെ. ഈ പോലൊക്കെ കണ്ടിപ്പോ അതൊക്കെ വെറുതെ പറയാം. നമ്മൾ വരിയിലും ഏറ്റവും വരിയിലൊക്കെ അങ്ങനെയാണ്. ഇപ്പോഴൊന്നുമല്ല, മുമ്പേ അങ്ങനെ എല്ലാവരും എന്താണ് നിസ്കരിക്കൽ. അതുകൊണ്ട് ചെയ്യാം, അധികം അങ്ങനെ നിസ്കരിക്കണം, നമ്മൾ പതിവാക്കണം.
അങ്ങനെ എന്ത് ചെയ്യണം? സുബഹി നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു. മൻ സല്ലൽ ഫജ്റ ജമാഅ, ഒരാൾ സുബഹി നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു. സുമ്മ ജൽസ, പിന്നെ അങ്ങനെ തന്നെ അവൻ ഇരിക്കും. സുമ്മ ജൽസ യദ്കുറുല്ലാഹ ഹത്താ യത്ലുഅ അശ്ശംസു, അല്ലാഹുവിലേക്ക് അവന് ഒരുപാട് ദിക്റുകൾ ചൊല്ലി എന്നവരെ സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ, സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ അവൻ ദിക്റ് ചൊല്ലിയിട്ട് ഇങ്ങനെ ഇരുന്നു. എപ്പോഴായി സൂര്യൻ ഉദിക്കല്? ഇന്നിപ്പോ എത്ര സൂര്യൻ ഉദിക്കല് നോക്കിക്കണം. ഏതായാലും ഏകദേശം ഒരു 6:40 ആയിരിക്കും എന്നാ ഞാൻ മനസ്സിലാക്കി. 1-2 മിനിറ്റ് അങ്ങോട്ടൊക്കെ ഉണ്ടാവും. 6:40 ആണെങ്കിൽ നോക്കി സൂര്യൻ ഉദിക്കുന്ന സമയം 6:40 വരെ. പിന്നെ ഒരു ഉദിച്ച മാത്രമല്ല, ഉദിച്ച് ഉയരുക. എന്താ ഉയരുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയാനല്ല, ഈ പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം പറഞ്ഞിട്ടുണ്ടാവും. സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ കതിർ ഉയരുക, അങ്ങനെ കേട്ടിട്ടുണ്ടാവും. ഒരു കുന്തത്തിന്റെ കതിർ. എന്താ ഈ കുന്തം എന്ന് പറഞ്ഞ സാധനം? നമ്മള് പരിയുള്ള മലക്കല്ല. ഞാൻ മറിച്ച് കുന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് പരിച്ച കുന്തമൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. യുദ്ധത്തിന് വേണ്ടി പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ആയുധമാണ് ആ കുന്തത്തിന്റെ കതിറാണ്. അതിനൊരു കതിറുണ്ട്. ആ കതിറിനെ നമ്മുടെ പണ്ഡിതന്മാര് കണക്കാക്കി വെച്ചിട്ട് ഇന്നത്തെ മിനിറ്റ് കൊണ്ട് നോക്കുമ്പോൾ അത് ഏകദേശം 20 മിനിറ്റാ. സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റായാൽ ഒരു കുന്തത്തിന്റെ കതിറായി. അതാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം. പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം മാത്രമല്ല, എന്നും നിസ്കരിക്കേണ്ട ഒരു സുന്നത്ത് നിസ്കാരത്തിന്റെ സമയം കൂടിയാണത്. അതേതാണ് ദുഹാ നിസ്കാരമാണ്. നമ്മൾ ആരാ നിസ്കരിക്കുമെന്ന് അറിയില്ല, വലിയ കൂലിയുള്ള നിസ്കാരം. ഞാൻ അതിലേക്കാണ് കടക്കുന്നതും. അപ്പൊ അതുകൊണ്ട് എന്താണെന്നറിയോ, തഹജ്ജുദ് നമ്മൾ എന്ത് ചെയ്തോ? സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ദിക്റുകളിലായി, ഖുർആൻ പാരായണങ്ങളിലായി ഏറ്റവും വലിയ ദിക്ർ പരിശുദ്ധ ഖുർആനാണല്ലോ. ആ സമയത്ത് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം, അല്ലെങ്കിൽ സ്വലാത്ത് ചെല്ലണം, അല്ലെങ്കിൽ ദിക്റുകൾ എന്തെങ്കിലും ചെല്ലണം. അങ്ങനെ ഏകദേശം 7 മണി വരെ നമ്മളങ്ങനെ ദിക്ർ ചൊല്ലിയിരുന്നു. 7 മണി വരെ ഏകദേശം ഇന്നത്തെ കണക്കാ പറയുന്നത് കേട്ടോ. അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. സൂര്യോദയത്തിന്റെ ഇതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ഇന്നത്തെ കണക്കനുസരിച്ച് ഞാൻ പറയുന്നത് എന്താണെന്ന് 7 മണി വരെ ഒരാൾ ദിക്റുകളിലായി ഖുർആൻ പാരായണം ചെയ്ത് 1-1.5 ദിവസം നമുക്ക് തീർക്കാൻ പറ്റും ആ സമയം. അങ്ങനെ ഇരിക്കുകയോ എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ, 2 റക്അത്ത് ഏത് റക്അത്താണത്? അത് ഏതു ആക്കിയോളെ. ദുഹാ എന്ന നിയ്യത്ത് വേണമെങ്കിൽ വെക്കാം, അതുപോലെ ഇസ്റാഖ് എന്ന് പറഞ്ഞ നിയ്യത്ത് വെക്കാം, അല്ലെ? സ്വലാത്തുൽ ഇസ്റാഖ്, സ്വലാത്തുൽ ദുഹാ, ഇത് രണ്ടും ഒന്നാണെന്നുള്ള അഭിപ്രായമുള്ള ഇമാമിങ്ങളുണ്ട്. അല്ലെ, രണ്ട് നിസ്കാരം എന്നുള്ള അഭിപ്രായമുള്ള ഇമാമിങ്ങളുണ്ട്. ഏതായാലും നിങ്ങൾ ഏത് നിയ്യത്ത് വെച്ചാലും കുഴപ്പമില്ല. ഇനി അതൊന്നുമില്ല, 2 റക്അത്ത് നിസ്കാരം, സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നു പേര് മദ്രസ ഒന്നും ഇല്ലാതെ നിശ്ചാലും കുഴപ്പമില്ല. ഏതായാലും 2 റക്അത്ത് അവൻ സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്താൽ അവനുണ്ടല്ലോ പൂർണ്ണമായ ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര തോനൊക്കെ ഉണ്ടാവുമോ? കാരണം ഒരു ഹജ്ജൊക്കെ പറഞ്ഞാൽ എത്ര കൂലി? ഒരു എന്താണ് ഹജ്ജ് ചെയ്തതിന്റെ കൂലി എത്ര? കൂലി എന്നല്ല പറഞ്ഞിട്ടുണ്ട്. ഓന്റെ അമ്മ പ്രസവിച്ച അമ്മൻ ഓന്റെ അവസ്ഥ എന്താണോ, അതായത് ഓന്റെ മനസ്സിന്റെ ശുദ്ധി, തെറ്റുകളില്ലാത്ത, കളങ്കമില്ലാത്ത മനസ്സിന്റെ ശുദ്ധി എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും ഹജ്ജ് ചെയ്താലും നല്ല പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലായി മാറുക. കൊല്ലത്തില് ഒരു ഹജ്ജ് ചെയ്യാൻ കഴിയുള്ളൂ. എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, എത്ര ആരോഗ്യം ഉണ്ടായിട്ടും കാര്യമില്ല, എത്ര വൈദ്യുക്കെട്ട് എടുത്തിട്ടും കാര്യമില്ല. ആ കൊല്ലത്തിൽ ഹജ്ജ് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഹജ്ജ് ചെയ്ത കൂലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാം. വെറും കൂലി എന്ന് പറയുന്നത് ചുരുക്കണ്ട. റസൂൽ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ മനസ്സിൽ അത് കൂലി എന്ന് പറയുമ്പോൾ കുറച്ച് ചുരുങ്ങിപ്പോവോ എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം അല്ലാഹു റസൂൽ പറഞ്ഞത്. പൂർണ്ണമായ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി താമത്തിന് 3 റസൂൽ പറഞ്ഞു. ഹജ്ജിന്റെ ഉംറയുടെ കൂലി ഒന്നും മറ്റൊരു ചെയ്ത കൂലിട്ടാൽ 1/4 മണിക്കൂർ, ഏറിയാൽ 1 മണിക്കൂർ നമ്മൾ മെച്ചട്ടാണ്. ആ സമയത്ത് ഉറങ്ങുന്നതിന് പകരം എന്ത് ചെയ്യാം? ഖുർആൻ ഓതുക. എന്നിട്ട് ഏകദേശം ഞാൻ പറഞ്ഞു, ഇന്നത്തെ കണക്കനുസരിച്ച്, ഇന്നത്തെ സൂര്യോദയത്തിന്റെ കണക്കനുസരിച്ച് ഞാൻ പറയുന്നത് ഏകദേശം 7 മണി വരെ നമ്മൾ ഖുർആൻ ഓതിയിട്ട് പള്ളിയിലിരിക്കുക. അല്ല വീട്ടിൽ ആണെങ്കിൽ നമുക്ക് സഹോദരന്മാരൊക്കെ വീട്ടിലേക്ക് വീട്ടിലിരിക്കുക.
എന്നിട്ട് 7 മണിക്ക് ആകുന്ന സമയത്ത് 7 മണിക്ക് എടുക്കുന്നില്ല, 7 മണിക്ക് കഴിഞ്ഞ് ശേഷം എപ്പോൾ ആവാം, അതിന് മുമ്പാവരുത്, അതിന് മുമ്പ് നിസ്കരിക്കാൻ പാടില്ല, കാരണം എന്താണ്, ആ സമയത്ത് നിസ്കാരം കരാത്താകുന്ന സമയമാണല്ലോ. അപ്പൊ അതിന് ശേഷം എത്ര ആവും, 70 എല്ലാം കൂടി പൂർത്തിയാക്കാണ്ടായിരുന്നു. 7:15 കുഴപ്പമില്ല, 7:30 എന്നാലും കുഴപ്പമില്ല. അങ്ങനെ 2 നിസ്കാരം കഴിഞ്ഞാൽ അവന് ഹജ്ജും ഉംറയും ചെയ്ത കൂലിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിയുന്ന പരമാവധി ശ്രദ്ധിക്കണേ. പക്ഷേ ഇബ്ലീസ് അതിന് സമ്മതിക്കൂല. അല്ലാഹു റസൂൽ ഉറങ്ങരുത് എന്ന് പറഞ്ഞവരെ സമയമുണ്ടെങ്കിൽ അത് സുബഹിന്റെ സമയമാണ്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ഉറക്കു വരുന്ന സമയമുണ്ടെങ്കിൽ അതും സുബഹിന്റെ സമയമാ. തൂങ്ങിയിട്ട് നിൽക്കൂല, എത്ര ഇപ്പൊ വാണം വെച്ച് പിടിച്ചു നിർത്തിയാൽ ഇങ്ങനെ തൂങ്ങന്നെ ഇബ്ലീസാണത്. ഇബ്ലീസാണ്. അതിനെന്ത് ചെയ്യണം, ഒന്ന് മുഖം കഴിയുക, അല്ലെങ്കിൽ ഒന്ന് നടന്നുകൊണ്ട് നോക്കുക, അല്ലെ, അങ്ങനൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ നിന്ന് നോക്കുക, അങ്ങനൊക്കെ ചെയ്ത് പിടിച്ചു നിൽക്കി കിട്ടുന്നത് പോന്നോട്ടെ. അടുത്ത കൊല്ലം നമുക്ക് പ്രതീക്ഷിച്ചല്ലോ. ഈ വിഷയം കേട്ടോ, ഇത് ഈ ഹദീസല്ല, റമദാൻ സ്പെഷ്യലല്ല. അതായത് റമദാനും കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് 6 നോമ്പും കഴിഞ്ഞാലും എന്തുണ്ട്, ഇതേപോലെ സുബഹിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ച് സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ ഓരോ ദിക്റുകളിലായി ഖുർആൻ പാരായണത്തിലായി മുഴുകി 2 റക്അത്ത് നിസ്കരിച്ചാലും അവന് ഹജ്ജിന്റെ ഉംറയുടെ കൂലിട്ട്. റമദാൻ ആകുമ്പോ അതിനൊക്കെ ഫർമിന്റെ കൂലി കിട്ടും. വേറെ കാര്യം, റമദാൻ ആകുമ്പോ കൂലി ഇരട്ടി കിട്ടും. പക്ഷേ റമദാൻ എല്ലാ സമയത്തും ഈ കൂലി എനിക്ക് കിട്ടും. പഠിച്ചറപ്പ് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒഴിവുള്ള ആളുകൾക്ക് ആ സമയത്ത് ജോലികളൊന്നും അല്ല